السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലത് മനസ്സിലാക്കി നല്ലവരായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 2-3 ദിവസം എനിക്ക് ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞിട്ട്, എൻ്റെ ലാപ്പിലൂടെ ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ലാപ്പിന് അല്പം പ്രോബ്ലം ആയതുകൊണ്ട് എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ലാപ്പിലൊക്കെ ഒന്ന് കയറി ക്ലാസ് റൂമിൽ കയറി അല്പം വിവരം അറിയാമെന്നല്ലാതെ കയറാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ക്ഷമിക്കുക, പൊറുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ധന്യമാക്കി തരുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം, നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ നിസ്സാരമായ കുറെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കതുകൊണ്ട് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കുറെ വിഷയങ്ങളായിരുന്നു. നമുക്ക് നിത്യമായി ചെയ്യുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, മലമൂത്ര വിസർജനത്തിന് വേണ്ടി തന്നെ നമ്മൾ നിത്യമായി വിസർജനം നടത്തുന്ന ആളുകളാണ്. എന്നാൽ അതിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അതിലൂടെ ഒരുപാട് പുണ്യം നമുക്ക് കരഗതമാക്കാൻ കഴിയും എന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കുറെ കേട്ടതാണെങ്കിലും നമ്മൾ ഇടക്ക് ഒരാളെ പറയാനുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് ഓടിയെത്തുന്നു എന്നതാണ് വാസ്തവം. ഇടതുകാലം മുന്തിച്ചു കയറണം എന്നറിയാത്ത ആളുകൾ ആരുമില്ല. എല്ലാവർക്കും അറിയാം ഇടതുകാലം മുന്തിച്ചാണ് മലമൂത്ര വിസർജനത്തിന് വേണ്ടി കയറേണ്ടതെന്ന്. പക്ഷെ എന്തെന്നറിയില്ല, നമ്മൾ കയറുന്ന സമയത്ത് ചിലപ്പോൾ വലത്തേക്കാലൊക്കെയായിരിക്കും വരിക. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാത്തത് കൊണ്ടാണോ? അല്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നതാണ്. സത്യമായി എനിക്ക് തോന്നുന്നത് അതാണ്. എല്ലാവർക്കും അറിയാം തല മറക്കണമെന്ന്. പക്ഷെ പലപ്പോഴും നമ്മൾ നോക്കുക, നമ്മൾ മലമൂത്ര വിസർജനം പോകുമ്പോൾ തലയിൽ ഒരു തൊപ്പി പോലും ഉണ്ടാവൂല. ഒരു തൊപ്പി പോലും തലയുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ടവ്വലോ തൊപ്പി എന്തെങ്കിലും തലയിൽ വെക്കണ്ടേ? അത് നമ്മൾ ചെയ്യൂല. എന്തേ? അറിയാത്തത് കൊണ്ടാണോ? അല്ല, എല്ലാം നമുക്കറിയാം. നമ്മൾ ചെയ്യില്ല എന്ന് വാശിയാണോ? അതുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് അറിഞ്ഞുകൂടാ. അവിടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നതാണ്. ചെരുപ്പ് ധരിച്ചിട്ടേ പോകാമെന്നറിയാം. അതൊരു പക്ഷേ ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ആ ചെരുപ്പ് ഇരിക്കുന്നത് മിക്കവാറും നമ്മുടെ ബാത്റൂമിലൊക്കെ ഒരു ചെരുപ്പ് അവിടെ വെക്കുന്നത് കൊണ്ട് ബാത്റൂമിൽ കയറുമ്പോൾ ഇത് ചെരുപ്പ് എനിക്ക് ചവിട്ടാനുള്ളതാണല്ലോ, അല്ലെങ്കിൽ എന്റെ കാലിനടിയിൽ വെള്ളമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ ചെരുപ്പ് കിട്ടുക. പക്ഷെ അതൊരു സുന്നത്താണെന്ന് കരുതിയിട്ടല്ല. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സുന്നത്താണല്ലോ പടച്ചോനെ, ഇതൊരു അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണല്ലോ, അത് നല്ലൊരു സുന്നത്തായ വിഷയമാണല്ലോ, എന്റെ ആരോഗ്യത്തിനും നല്ലതാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ചവിട്ടി നോക്കുവോ? ആരെങ്കിലും ചെയ്യാറില്ല. പക്ഷെ ഈ ചെരുപ്പ് കാലിൽ ചെളിയാവണ്ട, അല്ലെങ്കിൽ വെള്ളമാവണ്ട എന്ന് വിചാരിച്ച് ചെയ്യുന്നതെന്ന് മാത്രം. അതവിടെ ഉള്ളത് കൊണ്ട് ചെയ്യാണ്. ഇല്ലെങ്കിൽ അങ്ങനെയായിട്ട് കയറിപ്പോവും. ഇതാണ് നമ്മുടെ അവസ്ഥയുള്ളത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന എനിക്കും അതൊരു ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരല്ലോ, എനിക്കിത് പകർത്തേണ്ടതല്ലേ, ഞാനിത് ചെയ്യേണ്ടതല്ലേ എന്ന് എന്റെ മനസ്സിൽ എനിക്കിങ്ങനെ തോന്നും. അതേപോലെ തന്നെ കേൾക്കുന്ന ആളുകൾ ഇതിങ്ങനെ ദിവസവും കേൾക്കുന്നതല്ലേ, എന്നാൽ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിത ചിട്ട ഒരിക്കൽ ഞാൻ ഈ രൂപത്തിൽ അങ്ങോട്ട് ആക്കട്ടെ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ പറയാണ്. ചിലപ്പോൾ തോന്നും ഇത് എത്രയോ പ്രാവശ്യം കേട്ടതല്ലേ, പറഞ്ഞതല്ലേ, മനസ്സിലാക്കിയതല്ലേ, പുതിയ എന്തെങ്കിലും വിഷയം എടുത്തൂടെ എന്നൊക്കെ ഒരു പക്ഷെ തോന്നിയേക്കാം. ഞാൻ പറയുന്നത് നമ്മൾ പുതിയതായിട്ടൊന്നുമില്ല, എല്ലാം പഴയ കാലത്തുള്ളത് തന്നെ. അതിങ്ങനെ പറയുന്നതിനനുസരിച്ച് നമുക്ക് പുതുമ ഇങ്ങനെ വരികയാണ്. ഏതായിരുന്നാലും ഇതുപോലത്തെ ചിട്ടകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മൾ ഈ രൂപങ്ങളൊക്കെ നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു തൊപ്പി, ആ തൊപ്പി തന്നെ ഇതിന് പറ്റുമോ എന്നൊരു ചോദ്യം. പറ്റുമല്ലോ. നമ്മുടെ തലയിൽ എന്തെങ്കിലും ഒന്ന് മറക്കണം എന്നല്ലേ ഉള്ളൂ. എന്തെങ്കിലും തല മറയ്ക്കണം. തല മറച്ചുകൊണ്ട് നമ്മൾ ബാത്റൂമിലേക്ക് പോകണം. അതിന് തുണിത്തൊപ്പി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, എന്തും പറ്റും. നമ്മുടെ തലയുടെ ഭാഗം ഇവിടെ മറഞ്ഞു നിൽക്കണം. അതൊരു സുന്നത്താണെന്ന് മനസ്സ് കരുതിയുമാണ്. ഇത് സുന്നത്താണ് ഞാൻ ചെയ്യുന്നത്, റസൂലുള്ളാഹി കൽപ്പിച്ചൊരു സുന്നത്താണ് എന്ന ചിന്തയോടുകൂടിയാണ് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഒക്കെ അങ്ങോട്ട് കയറേണ്ടത്. അങ്ങനെ കയറുമ്പോഴാണ് നമുക്കതിനൊരുപാട് കൂലി. നിസ്സാരമായ പ്രശ്നങ്ങൾ നമ്മളത് മുഖവിലക്കെടുക്കുന്ന സമയത്ത് അത് വലിയ കൂലിയുള്ളതായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇനി മലമൂത്ര വിസർജനം വേണ്ടി നമ്മൾ കയറി ചെന്നു,
അവിടെ ചെന്ന് കുറേ നേരം ഇരിക്കുന്ന പരിപാടി അത് ശരിയല്ല. കുറേ നേരം അവിടെ ഇരിക്കാൻ വളരെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞാൽ തിരിച്ചു പോരണം. ഇന്ന് യൂറോപ്പിനൊക്കെ തുടങ്ങിയത് കൊണ്ട് സുഖം. കാരണം അവിടെ ചെന്ന് പത്രം വായിച്ചിരിക്കാനോ മൊബൈൽ കളിച്ചിരിക്കാനോ എപ്പം നോക്കിയാലും മൊബൈലാണ് അല്ലേ. ഏത് സമയം നോക്കിയാലും നമ്മുടെ കയ്യിലുണ്ടാകുന്ന മൊബൈലാണ്. മുഴുവൻ ടൈം മൊബൈൽ കളിച്ച് ഇങ്ങനെ സമയം പോക്കുന്ന ഒരു പ്രവണത. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾക്കൊക്കെ എപ്പോൾ ഏത് മൊബൈൽ നോക്കിയാലും അവിടെ നമുക്ക് കാണുന്ന എന്താ, എപ്പോൾ മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഇത് കാലഘട്ടം അങ്ങനെയാണ്. അപ്പൊ ഈ മലമൂത്ര വിസർജന പോകുമ്പോഴും ആ ഗെയിം കളിക്കാൻ നല്ല സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പരിപാടി ശരിയല്ല. മലമൂത്ര വിസർജന പോകുന്ന സമയത്ത് അതും എടുത്തു പോവുക, അവിടെ കുറെ നേരം ഇരിക്കുക, എന്നിട്ട് പിന്നെ അവിടെ നല്ലപോലെ മൊബൈലൊക്കെ കളിച്ച് ഒരു ഗെയിമൊക്കെ കളിച്ച് ഉഷാറായിട്ട് ഇറങ്ങിപ്പോരാം. അതിന് പറ്റിയ സ്ഥലമല്ല അത്. കുറെ നേരം അവിടെ ഇരിക്കുന്നത് ശരിയല്ല. കുറെ നേരം മലമൂത്ര വിസർജന പോയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത് ശരിയല്ല. അതൊരു ചീത്ത സ്വഭാവമാണ്. അത് നല്ല സ്വഭാവമല്ല. പാലിക്കേണ്ട മര്യാദ നോക്കിയാൽ അവിടെ കാണാം, ദീർഘിക്കാൻ പാടില്ല, ഇരുത്തം ദീർഘിക്കാൻ പാടില്ല എന്ന് ഫിഖിന്റെ കിതാബിലൊക്കെ കാണാം. ആ ഇരുത്തം അവിടെ ദീർഘിപ്പിക്കരുത്, കുറഞ്ഞ സമയം മാത്രം. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പോകുന്നു. നല്ല സ്ഥലമല്ലല്ലോ അത്, നമുക്ക് വിഷമിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു വിഷമിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞു. കാരണം അവിടെ പോയാലാണ് നമുക്ക് നല്ലപോലെ പത്രം വായിക്കാനും കുറച്ച് റാഹത്തൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന് മൂപ്പര് പറഞ്ഞു. മൂപ്പര് അഭിപ്രായം അങ്ങനെയാണ്. അതുവരെ ജോലിയാണ്, അപ്പൊ അല്പം ഒരു ആശ്വാസം കിട്ടുന്നത് അവിടെയാണ് എന്നാണ്. അപ്പൊ അത് അങ്ങനെ ഒരു ആശ്വാസ കേന്ദ്രമാക്കി അത് മാറ്റരുത്. അതേ സമയത്ത് നമുക്ക് ആശ്വാസ കേന്ദ്രമാണത്. എപ്പോന്നറിയോ, കുറെ ക്ഷീണിച്ച് പിന്നെ അതുവരെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ മലമൂത്ര വിസർജന പോയിരിക്കുന്ന വേറെ ചിന്തകളൊന്നും ഇല്ലാതെ കുറച്ചു നേരം ഒന്ന് ഇരുന്നു കൊണ്ട് മലമൂത്രിക്കാനും കഷ്ടിക്കാനൊക്കെ കഴിയുന്ന നല്ല ഒരു സ്ഥലമാണ് എന്നത് സത്യം തന്നെയാണ്. എന്നാൽ അതുപോലെ നിബന്ധന പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അതൊരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്നറിയോ, മലമൂത്ര വിസർജന സമയത്ത് ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞേ ഇരിക്കാവുന്ന. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, ഇടതുഭാഗത്തേക്ക് അല്പം ഒന്ന് ചാരണം കൊണ്ടിട്ട് ഇടത് കാലിന്റെ മുകളിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് അങ്ങനെ ഇരിക്കണം. അതും ഇന്നത്തെ ഈ യൂറോപ്യൻ ബാത്റൂമിൽ അത് പ്രയാസമാണ്. അതേസമയത്ത് ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്ന സംവിധാനം കൂടെ ഉണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ അതുണ്ട്, ഗൾഫ് നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ആംഗ്ലോ ഇന്ത്യൻ, അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, സ്റ്റൂള് പോലെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം. രണ്ടും കൂടി പറ്റുന്ന സംവിധാനം. അപ്പൊ അങ്ങനെ സംവിധാനമുള്ള സ്ഥലത്താണെങ്കിൽ കയറിയിരിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇടത് ഭാഗത്തേക്ക് അല്പം ഒന്ന് ചെരിഞ്ഞിട്ടിരുന്നാൽ ശരിക്കും മൂത്രം അങ്ങോട്ട് പോകാൻ കഴിയും. പഴയ കാലത്തുള്ളത് ഇന്നും അത് തന്നെയാണ്, പഴയ കാലത്തുള്ളത് തന്നെയാണ് ഇന്നും ഉള്ളത്. അതാണ് പെട്ടെന്ന് പിന്നെ പോവാനും ഇരിക്കാനും ഒക്കെ നല്ലത്. അതുകൊണ്ട് ഗർഭിണികളായ ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അവർ യൂറോപ്യൻ കഴിയുന്ന ഉപയോഗിക്കരുത്. അവർ പഴയ കാലത്തുള്ളത് പോലെ തന്നെ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന രൂപത്തിൽ, അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്നറിയോ, അങ്ങനെ ഇരുന്നാൽ അവർക്ക് പെട്ടെന്ന് മൂത്രം ഒഴിഞ്ഞു പോവുകയും, ഗർഭിണികൾക്ക് എപ്പോഴും മൂത്രം ഒഴിക്കാനുണ്ടാവും, പെട്ടെന്ന് മൂത്രം ഒഴിഞ്ഞു പോകും. അങ്ങനെ മൂത്രം ഇങ്ങനെ എപ്പോഴും ഒഴിക്കുന്നതും വെള്ളം കുടിച്ചു കൊടുക്കുന്നതും അതൊക്കെ പ്രസവത്തിന് എളുപ്പം കൂടാൻ നല്ലതാണ്. പെട്ടെന്ന് പ്രസവിച്ചു കിട്ടും. ഇന്നത് നോക്ക് നിങ്ങൾ, യൂറോപ്യൻ തുടങ്ങിയോടുകൂടി തന്നെ സിസേറിയൻ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പൊ അതും ഒഴിവാക്കാൻ നല്ലതാണ്. അതെ, തിരുമ്പാടി പറഞ്ഞ പോലെ പഴയ കാലത്തുള്ളത് 2 പാലം ഇടലാണ്, പെട്ടെന്ന് എണ്ണിച്ചു പോവുകയൊക്കെ ചെയ്യാം. അതിന്റെ മുമ്പ് എന്താണെന്നറിയാം, പാലം ഇടലൊന്നുമല്ല, ഒഴിഞ്ഞ പറമ്പിൽ പോവല. അതുകൊണ്ടല്ലേ വീട്ടിനുള്ളിൽ പണിയെടുക്കുന്ന ആളും മലമൂത്ര വിസർജനത്തിന് വേണ്ടി വീട്ടിന്റെ വെളിയിലേക്ക് ഓടല. അവിടെ എവിടെയാണോ കുറ്റിക്കാടുള്ളത് അവിടെയാണ് നോക്കിയിരിക്കുക. കൂടുതലും സ്ത്രീകളൊക്കെ കുറച്ച് ഇരട്ടിയ സമയത്താണ് ബാത്റൂമിൽ പോയിരുന്നത്. ഇന്ന് പുറം പണിക്കാർ വരെ, നമ്മുടെ വീട്ടിന്റെ മുമ്പിലുള്ള പറമ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഓടിയിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുക. ഇന്ന് തല തിരിഞ്ഞു പോയി, കാരണം പുറത്തുനിന്ന് സ്ഥലമില്ല, മുഴുവൻ വീടുകൾ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വീടിന് ചുറ്റുഭാഗത്ത് എത്ര വീടുകളായി ഇപ്പൊ പുതുതായിട്ട് വന്നത് നിങ്ങളൊന്ന് കണക്കൂട്ടി വെക്കിയാൽ അറിയാം. അത്രയും വീടുകൾ ഇന്ന് കൂട്ടം കൂട്ടമായി വന്നിരിക്കുക. ഇന്ന് ജനങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ല. ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വീടുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും. അപ്പൊ അതുകൊണ്ട് പുറം സ്ഥലങ്ങളിൽ ഇല്ല. അപ്പൊ വീടിന്റെ ഉള്ളിൽ പറ്റുമോ? അത് പറ്റും, കുഴപ്പമൊന്നുമില്ല. വീട്ടിലുള്ളിൽ വെച്ച് മൂത്രയ്ക്കാനും കഷ്ടിക്കാനും പറ്റും, അത് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എവിടെയും നമ്മൾ യൂറോപ്യൻ ഒഴിവാക്കണമെന്നല്ല. ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ചിലപ്പോൾ യൂറോപ്യനെ ആശ്രയിക്കേണ്ടി വരും. കൈകാലിക്ക് മുറിയോ അല്ലെ പൊട്ടലോ ചീറ്റലോ ഒക്കെ വന്ന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വന്നാൽ ഒരു പക്ഷേ ആ രൂപത്തിലുള്ളത് നല്ലതാണ്. എന്നാൽ ഏറ്റവും നല്ലത് പഴയ കാലത്തുള്ള രൂപത്തിലുള്ള അത് ഒന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുക. യൂറോപ്പിലുള്ള വീട്ടിൽ തന്നെ സാധാരണത്തെ ഒരു ബാത്റൂം ഉണ്ടാക്കുക. ഗർഭിണികളൊക്കെ കുറച്ച് പ്രയാസം സഹിച്ചാണെങ്കിലും അതിലൊക്കെ ഇരുന്ന് മലമൂത്ര വിസർജനം നടത്തലാണ് ഏറ്റവും ഹൈറ്. അതവരുടെ പ്രസവത്തിനൊക്കെ എളുപ്പമാണ് എന്ന വിഷയം കൂടി നമ്മൾ ഓർത്തു വെക്കുന്നതിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ
പിന്നെ ഒരു സംശയമുള്ളത് എന്താ അറിയോ? സംശയം ഒരു വിഷയമുള്ളത്, ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, മൂത്രത്തിലേക്ക് തുപ്പരുത് എന്നുള്ളത് ശരിയാണോ ഉസ്താദ്? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, മൂത്രത്തിൽ തുപ്പരുത്, അതുപോലെ മൂത്രത്തിൽ മൂക്ക് ചീറ്റിയിടരുത്, ഇങ്ങനത്തെ പരിപാടിയൊന്നും ശരിയല്ല എന്ന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാഷ്ടത്തിലേക്ക് ഇങ്ങനെ നോക്കല് അത് ശരിയല്ല, ഇങ്ങനെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നത് അല്ലെങ്കിൽ കാഷ്ടിച്ചൊക്കെ നോക്കുക, അത് ചെയ്യരുത്. അങ്ങനെ നിത്യമായി ഒരാൾ കാഷ്ടത്തിലേക്കോ മൂത്രത്തിലേക്കോ ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മുഖം തന്നെ മഞ്ഞ നിറത്തിലായി പോകുന്ന, മുഖത്തിന് വരെ മഞ്ഞ നിറമാകുന്ന ഉജൈരിമിയിലുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഖം വരെ മഞ്ഞ നിറത്തിലായി പോകുന്നു സ്ഥിരമായി ഒരാൾ മൂത്രത്തിലേക്കോ കാഷ്ടത്തിലേക്കോ ഇങ്ങനെ നോക്കിയിരുന്നാൽ. അപ്പൊ അതൊഴിവാക്കൽ നല്ലതാണ്. അതേപോലെ തന്നെ മൂത്രത്തിലോ കാഷ്ടത്തിലോ അങ്ങനെ തുപ്പുക, അങ്ങനെ തുപ്പിയാൽ പല്ലിന് മഞ്ഞ നിറം വരുന്ന, ഇനി മഞ്ഞ നിറമുള്ള പല്ലുകാർ കണ്ടാൽ എല്ലാവരും മൂത്രത്തിൽ തുപ്പിയിട്ടാണെന്ന് പറഞ്ഞിട്ട് നാളെ പ്രശ്നം ഉണ്ടാകാൻ പോവുകയും വേണ്ട. അങ്ങനെ ഇനി ആരും പോകണ്ട. എല്ലാവരും അവന് മഞ്ഞ നിറം പല്ലിന് കണ്ടില്ലേ, അവന്റെ പല്ലിന് ഭയങ്കര മഞ്ഞ നിറ, മൂത്രം തുപ്പിയിട്ട് തന്നെയാണ് എന്നാലും വിധി ചെയ്തണ്ട. അതേസമയത്ത് അങ്ങനെ അല്ലാന്നും വിധി ചെയ്തണ്ട, അങ്ങനെയുണ്ട്. അപ്പൊ മൂത്രത്തിൽ തുപ്പിയാൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, പല്ലിനൊക്കെ മഞ്ഞ നിറ വരും. അത് കിതാബിലുള്ളതാണ്, ബുജൈരിമിയിൽ പറയുന്ന 1-ാം വാള്യം 175-ാമത്തെ പേജിലുണ്ട്. ആ വിഷയം വേണമെങ്കിൽ നോക്കാം. അതേപോലെ തന്നെ പിന്നെ വിസർജന സ്ഥലത്തേക്ക് മൂക്ക് പിഴിഞ്ഞിട്ടാൽ, മൂക്ക് പിഴിഞ്ഞിരുന്ന പരിപാടി ഉണ്ടായ ദാരിദ്ര്യം ഉണ്ടാകുന്ന, ദാരിദ്ര്യം പിടിപെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ കുറേ നേരം ഇങ്ങനെ സംസാരം അധികരിപ്പിക്കുക, അങ്ങനെ വന്നാൽ ജിന്നിന്റെ ശല്യം ഉണ്ടാകുമെന്നും ബുജൈരിമിയിലുണ്ട്. ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ കുറേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. കുറച്ച് മുമ്പ്, കഴിഞ്ഞ വർഷമാണോ എന്ന് സംശയമുണ്ട്. കുറേ വിഷയങ്ങൾ പിന്നെ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അന്ന് ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടിരുന്നു. നിത്യജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും ദാരിദ്ര്യം നമ്മൾക്കുണ്ടാകും. സലാഹുദ്ദീനിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കാണാം. പലപ്പോഴും നമുക്ക് നിത്യമായ ജോലിയുണ്ട്, പക്ഷേ ജോലി കിട്ടുന്ന പണം എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊരു പിടുത്തമില്ല. കുറേ ജോലി നമ്മൾ ചെയ്യുന്നുണ്ട്, നിത്യമായി പണം ഗൾഫിലാണെങ്കിൽ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, നാട്ടിലാണെങ്കിലോ ഇഷ്ടംപോലെ ജോലി നമുക്കുണ്ട്. 600, 700, 750 ഒക്കെയാണ് ഇന്നത്തെ ജോലിയുടെ കൂലി. അപ്പൊ കൂലിപ്പണിക്കാരായ ആളുകൾക്ക് ഇഷ്ടംപോലെ എങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും എവിടെയും തികയുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? ചിലപ്പോൾ നിസ്സാരമായ പ്രശ്നങ്ങളാവാം. നിസ്സാരമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോകുന്ന ചില അപാകതകൾ കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ദാരിദ്ര്യം സംഭവിച്ചേക്കാം, നിത്യരോഗം സംഭവിച്ചേക്കാം. അതും ദാരിദ്ര്യത്തിന്റെ ഭാഗം തന്നെയാണ്. നിത്യരോഗം ഉണ്ടാവാൻ പണം എങ്ങോട്ട് പോയി എന്നറിയില്ല. ഡോക്ടറെ കാണിക്കണമെങ്കിൽ കുറഞ്ഞത് 100 മുതൽ 200, 300, 500, 1000 വരെ കൂലി വാങ്ങുന്ന ഡോക്ടർമാർ ഇന്നുണ്ട്. ചെറിയ രോഗമാവാം, പക്ഷെ അതിനൊക്കെ ഒരുപാട് പണം നമ്മൾ ഇറക്കേണ്ടി വരും. സംസാരം അധികരിപ്പിക്കൽ അത് മനസ്സിലായില്ല ഉസ്താദ് എന്നൊരാൾ പറയുന്നുണ്ട്. സംസാരം അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ വെച്ച് ഫോൺ ചെയ്യുക. ഉദാഹരണമായിട്ട് ബാത്റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യുക. ബാത്റൂമിലേക്ക് ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഫോൺ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നെ പോലത്തെ ആളുകൾ കൊണ്ടുപോകാം. എന്തുകൊണ്ടെന്നറിയോ? എപ്പോഴാ കറണ്ട് പോകുമെന്നറിയില്ല. ആ സമയത്ത് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് ഫോൺ, ഈ ടോർച്ചുള്ള ഫോണൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം, ആ ഉദ്ദേശത്തിന് വേണ്ടി. അല്ലാതെ നിങ്ങൾ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും കൊണ്ടുപോകരുത്, ഫോൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകരുത്. വീട്ടിലാണെങ്കിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ലൈറ്റ് പോയാൽ വേറെ കത്തിച്ചേരാനൊക്കെ ആളുണ്ടാവും. അതേസമയത്ത് ഈ പള്ളിയിലൊക്കെ താമസിക്കുമ്പോൾ ലൈറ്റ് പോയാൽ തിരിച്ച് റൂമിലേക്ക് എത്തണമെങ്കിൽ തപ്പിത്തടഞ്ഞ് ബുദ്ധിമുട്ടാണെങ്കിൽ മൊബൈലൊക്കെ എടുത്ത് കൈ പിടിക്കാം, ആ ഉദ്ദേശത്തിന്. അല്ലെങ്കിൽ ടോർച്ച് എടുത്ത് കൈ പിടിക്കാം. എന്നല്ലാതെ ഫോൺ വിളിക്കാൻ വേണ്ടി ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ ബാത്റൂമിൽ വെച്ച് ഇങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുക, ഈ പരിപാടിക്ക് വേണ്ടി കൊണ്ടുപോകണ്ട. അങ്ങനെ അധികരിപ്പിച്ചാലാണ് ഈ പറഞ്ഞത്. ഖുർആനുള്ള ഫോണാണെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഖുർആൻ അതിനെക്കുറിച്ച് നമ്മുടെ അബ്രയാൻ ഉസ്താദിന് വിശദമായിട്ട് ഒരുപാട് തവണ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ പറഞ്ഞതാണ്. ഫോൺ കൊണ്ടുപോകാം, ഫോണിൽ ഖുർആനുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. നീ തന്നെ ഫോണില്ലേ, നിനക്ക് എത്ര സൂറത്ത് കാണാതെ അറിയാം, നിന്റെ മനസ്സിൽ എത്ര സൂറത്തുണ്ട്, ഒരുപാട് സൂറത്ത് നിന്റെ മനസ്സിലുണ്ട്, എന്നിട്ട് നീ ബാത്റൂമിൽ പോകുന്നില്ലേ? അതുപോലെ തന്നെ അതേ സമയത്ത് അത് ഡിസ്പ്ലേയിലാക്കി കൊണ്ടുപോകാതിരിക്കലാണ് വേണ്ടത്. ഡിസ്പ്ലേയിലാക്കുന്ന രൂപത്തിൽ അങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ആ ഡിസ്പ്ലേയിലല്ലാതെ ഒരു നീയൽ മാത്രമാണല്ലോ അതുള്ളത്. അതുള്ളിലേക്കായിട്ട് അതിന് മെമ്മറിയിൽ ഉണ്ടായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? നിന്റെ മെമ്മറിയിൽ എത്ര ഖുർആനായത്തുകളുണ്ട്? യാസീൻ നിനക്കറിയില്ലേ? ഖുർആനിൽ എത്ര സൂറത്ത് നീ കാണാതെ പഠിച്ചിട്ടുണ്ട്? നീ ബാത്റൂമിൽ പോകുന്നില്ലേ? അതത്ര തന്നെ കണക്കാക്കേണ്ടതുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും മലമൂത്ര വിസർജനത്തിന് പോകുന്ന സമയത്ത് മൂത്രത്തിൽ തുപ്പിയാൽ ദാരിദ്ര്യമുണ്ടാകും. അതിന് മൂക്ക് വീഞ്ഞിട്ടാൽ ദാരിദ്ര്യമുണ്ടാകും. പിന്നെയും ദാരിദ്ര്യമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അതിൽപ്പെട്ടെന്നല്ലേ ധരിച്ച വസ്ത്രം തുന്നുക എന്നുള്ളത്. പലപ്പോഴും ഉമ്മമാർക്ക് പറ്റുന്ന ഒരു ചതിയാണത്.
ചിലപ്പോൾ ചെറിയ കുട്ടികൾ പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ അല്ലെങ്കിൽ അതുപോലെ ചെറിയ സ്കൂളിലോ മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടി വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞിട്ടേക്കും പറയാ, ഉമ്മ ഇതിൽ കുടുക്ക് കാണുന്നില്ല, ഒരു ബട്ടണില്ല. എന്നാൽ മോനെ ഞാൻ പെട്ടെന്ന് തുന്നിത്തരാന്ന് പറഞ്ഞ ഉമ്മമാരെന്ത് ചെയ്യും? വേഗം സൂചി നൂലും എടുത്തിട്ട്, തുന്നാൻ അറിയുന്ന ഉമ്മമാരാണെങ്കിൽ പെട്ടെന്ന് നൂലവിടെ തുന്നി പിടിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ധരിച്ച വസ്ത്രത്തിൽ അങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. വസ്ത്രം അയച്ചെടുത്തിട്ടേ പിടിപ്പിക്കാവും. ഇനി രണ്ടാമത് ടൈയൊക്കെ കെട്ടി ബുദ്ധിമുട്ടാവണ്ടേ വിചാരിച്ച ഉമ്മമാരങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്നാ. അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് കിതാബിൽ കാണാം. ധരിച്ച വസ്ത്രം തുന്നൽ അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന വിഷയമാണ്. അതേപോലെ തന്നെ ഉമ്മമാർ ചെയ്യുന്ന മറ്റൊരു അപാകതയുണ്ട്. വീട്ടിൽ ഉമ്മമാരാണ് പ്രത്യേക വിഷയം ശ്രദ്ധിക്കേണ്ടത്. സഹോദരന്മാരത് ശ്രദ്ധിച്ചുകൊണ്ട് സഹോദരിമാർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും വേണം. അടിച്ചു കൂട്ടിയിട്ടൊക്കെ ഒരു മൂലക്ക് ഒതുക്കി കൂട്ടി വെക്കുന്ന ചില ഉമ്മമാരെ കാണാം. അടിച്ചു കൂട്ടിയിട്ട് ഒരു മൂലക്ക് അവിടെ വെക്കും, കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോൾ എടുത്ത് കളയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ. അടിച്ചുകൂട്ട് പെട്ടെന്ന് നമ്മൾ വീടിന്റെ അകത്തളമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ എല്ലാ പൊടിയും പടലും ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് കളഞ്ഞോളണം. അല്ലെങ്കിൽ അവർക്ക് ദാരിദ്ര്യം പിടിപെടും. കിതാബിൽ കാണാം. അതൊക്കെ നിസ്സാര പ്രശ്നങ്ങൾ. അതൊക്കെ എടുത്ത് ഒഴിവാക്കിയാൽ എത്ര നല്ല വേസ്റ്റ് ഈ കൊട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പുറത്തേക്ക് കളയണം, പുറത്ത് വെക്കണം. വീട്ടിനുള്ളിൽ അത് വെക്കരുത്. അത് പുറത്ത് വരാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എല്ലാം വേസ്റ്റ് കൊട്ടയിൽ അവിടെ വെച്ചിട്ട് പിന്നീട് അത് കൊണ്ട് കളയലാണ്. അങ്ങനെ അല്ലെങ്കിൽ വേറെ മുനിസിപ്പാലിറ്റിന്റെ ആളുകളൊക്കെ വന്ന് എടുത്തു കൊണ്ടുപോകലാണ്. എന്നാലും ആ കൊട്ട നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളെ വീട്ടിനുള്ളിൽ വെക്കരുത്. വീട്ടിനുള്ളിൽ അത് വെക്കാൻ പാടില്ല. അത് പുറമേ ആക്കണം. വേസ്റ്റ് എല്ലാം പുറമെ വീട്ടിനുള്ളിൽ കൂട്ടി വെക്കുന്ന പരിപാടി ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ അതിങ്ങനെ ഒരുമിച്ച് അവിടെ വെച്ചിട്ട് പിന്നിട്ട് അതെല്ലാം കൂടെ എടുത്ത് പിന്നീട് സമയത്ത് കൊണ്ടേ കളയാം. ആ പരിപാടി പാടില്ല. ഞാൻ ഗൾഫിൽ ജീവിച്ച സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ റൂമിൽ ഒരു വലിയൊരു ബക്കറ്റ് വേസ്റ്റ് കൊട്ട ഉണ്ടാവും. അത് എത്ര പറഞ്ഞാലും നമ്മളെ റൂമിലുള്ള ആളുകൾ സഹകരിക്കൂല. നമ്മൾ പറയും അത് പുറമേക്ക് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞ മസല എന്താണെന്നറിയോ? ഇപ്പൊ ദാരിദ്ര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ 8 ആൾ ഈ റൂമിലില്ലേ, നമുക്ക് 8 ആൾ കൂടി കുറച്ച് ചല്ല വരുള്ളൂ, അതും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരാളുടെ മറുപടി എങ്ങനെയായിരുന്നു? ഈ കൊട്ട നമ്മൾ പുറമെ വെക്കണമെന്നില്ല, ഉള്ളിൽ തന്നെ വെക്കുക. നമ്മൾ 8 ആൾ കൂടിയതാണല്ലോ നമ്മളെ റൂമിലുള്ളത്. അപ്പൊ ദാരിദ്ര്യം വരുമ്പോ എങ്ങനെ എല്ലാവർക്കും കൂടി ആകുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് വലിയ കാര്യമാക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പല ഞൊണ്ടിതങ്ങൾ കണക്കാക്കുന്ന ആളുകളാണ്. ഇപ്പൊ 10 കിലോമീറ്റർ നടക്കാനുണ്ടെങ്കിൽ നമ്മൾ 5 പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഈ 2 കിലോമീറ്റർ നടന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന മാതിരിയാണ്. 10 കിലോമീറ്റർ ഒന്നിച്ച് നടക്കണമെന്നില്ലല്ലോ. 10 ആൾ നമ്മൾ 5 ആളുണ്ടെങ്കിൽ ഈ 2 കിലോമീറ്റർ നടന്നാൽ അവിടെ എത്തൂല എന്ന് പറഞ്ഞ രൂപത്തിലാണ് ആ മറുപടി. അപ്പൊ ഏതായിരുന്നാലും നമ്മളെ വീട്ടിനുള്ളിൽ അടിച്ചു വാരുന്നതും റൂമിൽ അടിച്ചു വാരുന്നതും വേസ്റ്റുകളും ഒന്നും വേസ്റ്റ് ബക്കറ്റുകളൊന്നും എവിടെ ചെയ്യരുത്? വീട്ടിന്റെ ഉള്ളിലുണ്ടാവരുത്. അകത്ത് പുറത്തേക്ക് കളയണം, പുറത്തു വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ അകത്തല്ല ആ റൂമിൽ വെക്കാതെ പുറത്തേക്ക് വെക്കണം. അതിനുവേണ്ടി നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോടും എന്നോടും ഞാൻ ഉപദേശിക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടുകാർ കേൾക്കുന്നുണ്ട്. അപ്പൊ വീട്ടുകാരോടും കൂടിയാണ് ഇത് ഉപദേശം. എന്റെ വീട്ടുകാരും ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവരോടും കൂടിയുള്ളൊരു നിർദ്ദേശമാണ്, ഇങ്ങനെ വീട്ടിനുള്ളിൽ എന്ത് ചെയ്യരുത്? ഈ അടിച്ചുകൂട്ടി നമ്മൾ അടിച്ചു വാരിയതൊന്നും വീട്ടിനുള്ളിൽ ഉണ്ടാവരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണല്ലോ പിന്നെ ഈ രാത്രിയിലെ വീട് അടിച്ചു വാരുക എന്നുള്ള പരിപാടി. രാത്രിയിൽ വീട് അടിച്ചു വാരുക. അപ്പൊ രാത്രിയൊക്കെ ചോറൊക്കെ തിന്നും നേരത്തൊക്കെ അങ്ങനെ തൊയിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് എങ്ങനെ പറയാൻ സുഖ, പക്ഷെ വീട്ടിൽ അടിച്ചു വാരില്ല, നടക്കാൻ കഴിയൂല. അങ്ങനെ അടിച്ചു വാരിയില്ലെങ്കിൽ വീട്ടിന്റെ അകത്ത് കിടക്കാൻ കഴിയൂല, അല്ലെങ്കിൽ ഇവിടെ ചവിട്ടാൻ കഴിയൂല എന്നൊക്കെ ചിലപ്പോൾ ഉമ്മമാര് പറയും. അതെന്തുകൊണ്ടാ മക്കൾ അങ്ങനെ തൊയ്ക്കുന്നത് നോക്കണ്ടേ? 1-2 ദിവസം കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് വീണുപോയാൽ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ കുട്ടികളോട്? മോളെ അല്ലെങ്കിൽ മോളെ ഇങ്ങനെ തൊയ്യാൻ പാടില്ല എന്ന് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടികളോട് പറയണം, അഥവാ തൊയ്ഞ്ഞാൽ അത് പെറുക്കിയിട്ട് പ്ലേറ്റ് തന്നെ കറക്റ്റായിട്ട് വെച്ചോളണം, പ്ലേറ്റ് തന്നെ അത് വിട്ട് വെച്ചോളണം എന്ന് നിങ്ങൾ നിർദ്ദേശം. ചെറിയ കുട്ടിയാണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്ക്. ഒരൊറ്റ കുട്ടി നിലത്ത് കളിയൂല. എന്റെ വീട്ടിൽ ഞാൻ ചെയ്താൽ കുട്ടികൾ നല്ല പുറത്ത് കളയുന്ന കുട്ടികളായിരുന്നു. നമ്മൾ ഉപദേശം ചെയ്തപ്പോൾ കുറേയൊക്കെ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളെ വരെ അഥവാ അവർ നിലത്ത് വീണുപോയാൽ മെല്ലെ അതൊക്കെ പെറുക്കിയിട്ട് പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് അവർ പോകുള്ളൂ, പുറത്തേക്കൊന്നും കളയൂല. അപ്പൊ വീടും പരിസരവും നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്താൽ മക്കളത് പാലിക്കും. പക്ഷെ മക്കളെക്കാളും കൂടുതൽ കഷ്ടത്തിലാകുന്നത് വലിയവരായ നമ്മളാണ്. ഇപ്പോ ഇന്നലെ ഞാനൊരു ചോറ് തിന്നത് കണ്ടു. ഒരു മാന്യ വ്യക്തി, ആളും ചോദിക്കരുത്, അത് പറഞ്ഞ് നിങ്ങൾക്ക് അറിഞ്ഞോളൊന്നുമില്ല, മാന്യ വ്യക്തി. അദ്ദേഹം ചോറ് തിന്ന പാത്രത്തിൽ ഈ സെന്റർ ഈ ചോറിന് അതിൽ പാത്രത്തിൽ ഇട്ടിട്ട് അതിങ്ങനെ കുഴച്ചിട്ട് അതിന്റെ സെന്റർ ഭാഗത്ത്, അതിന്റെ നടുഭാഗത്ത് നിന്നിട്ട് പിന്നെ അതിന് നടുഭാഗത്തിട്ട് എന്ത് ചെയ്തു? ആ ചോറിങ്ങനെ നുള്ളിയെടുത്ത് ഇയാൾ തിന്ന് പുറംഭാഗമൊക്കെ അവിടെ ഇട്ട് പോയി.
പുറംഭാഗം മൊത്തം അവിടെ വെച്ചിട്ട് പോയി. ഒരുപാട് ചോറ് അയാളെ പാത്തത് ഇങ്ങനെ കിടക്കുക. ഏകദേശം ഒരു 2 വയസ്സായ കുട്ടിക്ക് തിന്നാമുള്ള ചോറ് അദ്ദേഹത്തിന്റെ പ്ലേറ്റിലുണ്ട്. അങ്ങനെ ബാക്കിയാക്കി വെച്ചു പോയി. അതിന് 2 ദിവസം മുമ്പാണ് ഒരു ഉസ്താദ് തന്നെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ചോറ് വാങ്ങി അദ്ദേഹം പകുതിയോളം അവിടെ വെച്ച് അതിന്റെ മുകളിൽ ഒരു പ്ലേറ്റും എടുത്ത് കമത്തിച്ച് മൂപ്പര് പോയി. ഒരു വേസ്റ്റ് പ്ലേറ്റും കൂടെ അതിന്റെ മുകളിലിട്ടു. വേറൊരാളെ തിന്നതിന്റെ ബാക്കിയുള്ള പ്ലേറ്റ് ഡിസ്പോസിബിൾ പ്ലേറ്റ് ആയിരുന്നു, അതെടുത്തിട്ടു. ഒരു നാടൻ മനുഷ്യൻ എന്റെ അടുത്ത് നോക്കി, കണ്ട ഉസ്താദുമാർ ചെയ്താ ഇതെന്ന് പറഞ്ഞു. അത് ഉസ്താദുമാരും ശ്രദ്ധിക്കേണ്ടാണ്. നാടന്മാരായ ആളുകൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കും. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ഉസ്താദുമാരും അത് മനസ്സിലാക്കണം, ഞാനടക്കം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് വലിയ മോശപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ഭക്ഷണത്തിനോടൊക്കെ ഉള്ള ഒരു മര്യാദയുണ്ട്, അതൊക്കെ നമ്മൾ പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അക്കൂട്ടത്തിൽ ഓർമ്മ വന്നൊരു കാര്യം കൂടെ പറയട്ടെ. ഈ കോയിനെ നിർത്തിപ്പൊരിക്കേണ്ട പരിപാടി ഉണ്ടല്ലോ അല്ലേ? നിർത്തിപ്പൊരിക്കുക കോയിനെ, ഒരു കോയിന്റെ ഉള്ളിലത്തെ കുടല മാത്രം കൊണ്ട് മാന്തി ഒഴിവാക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഈ പൊരിച്ചെടുക്കുന്ന കോഴി കൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? സംഗതി നല്ല ഉഷാറാ, നിർത്തിപ്പൊരിച്ച കോഴിയൊക്കെ കിട്ടിയെന്ന് പറയാം, പക്ഷെ ഒരുപാട് അത് വേസ്റ്റാക്കി കളയുന്നുണ്ട്. എന്താ ചെയ്യുക? അവിടുന്ന് വന്ന് 1-2 സൈഡിൽ നിന്ന് എന്തോ പറിച്ച് തിന്ന് അവരെണീച്ചങ്ങ് പോകും. ബാക്കിയുള്ളത് ഈ വീട്ടുകാരന് തിന്നുമോ? ഇല്ല. അതെന്താ ചെയ്യുക? മൊത്തമായിട്ട് അങ്ങോട്ട് കളയാം. ഈ 2 ആൾക്ക് കൊണ്ടുവച്ച ഈ ഒരു കോഴി, അല്ലെങ്കിൽ ഒരാൾക്ക് കൊണ്ടുവച്ച കോഴി 10 ആൾക്ക് തിന്നാൻ അതുണ്ടായിരുന്നു. 10 ആൾക്ക് തിന്നാനുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഉസ്താദും ഞങ്ങള് പിന്നെ ഒരുത്തിയിരുന്ന സമയത്ത് എന്റെ കൂടെയുള്ള ഉസ്താദ് ഞങ്ങൾ ഒരുത്തിയിരുന്ന കുറെ അങ്ങോട്ടും കൂടി നോക്കി ചിരിച്ച് ഞങ്ങൾ എണീച്ച് പോയി. കാരണം 2 ആൾക്ക് ഇത് വേണ്ടത് കണ്ടപ്പോ, ഇത് കണ്ടപ്പോ 2 ആൾക്കും തിന്നാൻ വേണ്ട. ഇതിങ്ങനെ കോഴി ഇങ്ങനെ കുത്തനങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കണ്ടവൻ 2 ആൾക്കും വേണ്ട, എണീറ്റ് പോയി. അങ്ങനെ സംഭവം ഉണ്ടാകും. അതുപോലത്തെ സാധുക്കൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റ് പോകാന്നല്ലാതെ ബാക്കിയുള്ളവൻ അവിടെയും ഇവിടെ 1-2 കഷ്ണം പിടിച്ചു വലിക്കും, പിന്നെ തിന്നുകയില്ല. 1-2 കഷ്ണം അവിടുന്ന് പിടിച്ചു വെച്ച് ബാക്കി എല്ലാം കൂടെ കളയുകയാണ്. അപ്പൊ അതും ഒഴിവാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അത് ഞാൻ പൊരിച്ച് കഷ്ണം പൊരിച്ച് കൊണ്ടുവന്ന് നമുക്ക് തിന്നായിരുന്നു. ഇത് നിർത്തി പൊരിച്ചാണപ്പോ വല്ലാത്തൊരു വിഷമം. അപ്പൊ ഇങ്ങനെയും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ വേസ്റ്റ് ആക്കി കളയരുത് ഭക്ഷണം. എന്തോ ആവട്ടെ, എന്തോ ആവട്ടെ, ആ വിഷയം അവിടെ നിർത്തുക. ഭക്ഷണ വിഷയത്തിലേക്ക് അടുത്താൽ ശരിയല്ലല്ലോ. അപ്പൊ ദാരിദ്ര്യം ഉണ്ടാവുന്ന 1-2 കാര്യങ്ങളും ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് മറ്റു വിഷയത്തിലേക്ക് പോകാലോ. അപ്പൊ അതിന്റെ അടുക്ക് 3 ആള് ചോദിച്ച് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യം ഒന്നും പറഞ്ഞുകൊണ്ട് മാത്രം അവർക്ക് വേണ്ടി അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി 2-3 വിഷയങ്ങളും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. ബാക്കിയുള്ളത് കുറെ മുമ്പ് കഴിഞ്ഞു പോയതാണ്. പഴയ റെക്കോർഡ്സ് ഒരു വർഷം നിങ്ങൾ നോക്കിയാൽ കാണാം. അതല്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് പിന്നീട് നമുക്ക് പറയാവുന്നതുമാണ്. പിന്നെ അതുപോലെ തന്നെ വാത്ത് വീട്ടിൽ അടിച്ചു വരുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഇരിക്കുന്ന പരിപാടി കിതാബിൽ കാണാം. പഴയ ഉമ്മമാരൊന്നും സമ്മതിക്കൂല. വീട്ടിന് ഉമ്മരപ്പടി ഉണ്ടായിരുന്നു, ഇന്ന് ഉമ്മരപ്പടി ഇല്ല. ഉമ്മരപ്പടി തന്നെ മനസ്സിലായ ആരെങ്കിലും? ഉമ്മരപ്പടി മനസ്സിലാക്കിയവരുണ്ട് കൂട്ടത്തിന്? ഉമ്മരപ്പടി അറിയോ? ആർക്കറിയില്ല? പ്രായം ചെന്നവരൊന്നും ഇല്ലേ കൂട്ടത്തിൽ? അറിയുന്നവരുണ്ട്, മാഷാ അല്ലാഹ്. അതെ, കട്ടിലപ്പടി, അതാണ് ഉമ്മരപ്പടി എന്ന് പറയുന്നത്. ഉമ്മരപ്പടി കട്ടിലപ്പടിക്കാണ്. വീടിന്റെ പിന്നെ ഡോർ, ഫസ്റ്റ് ഫ്രണ്ട് ഡോറിലൊക്കെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് എടുക്കുക. ഒരു ചെറിയൊരു പൊങ്ങലുണ്ടാവും. കാരണം വാതിൽ കെട്ടിന് മുകളിലുള്ളത് പോലെ താഴെയും ഉണ്ടായിരുന്നു. ഇതാണ് ഉമ്മരപ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നത് കാണാനില്ല, ഇന്നത് കാണുന്നില്ല. പിന്നെ ഇന്നിപ്പോ എല്ലാം നേരെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോയാൽ മതി. അതുകൊണ്ട് എന്താണെന്നറിയാം, വീട്ടിനുള്ളിൽ പലതും കയറിക്കൂടും. പാമ്പും ചേരിയൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ കയറിച്ചാൽ ഏറ്റവും നല്ലതാണ്. പണ്ട് ഉമ്മരപ്പടി ഉള്ളതുകൊണ്ട് അതിലേക്ക് മുട്ടിയിട്ട് ചെറിയ ചേരകൾക്കൊന്നും ഉള്ളിലേക്ക് പോകാൻ കഴിയില്ലായിരുന്നു. ഇന്ന് നിങ്ങൾ ടൈൽസിന്റെ മുകളിലൂടെ ആ വാതിലിന്റെ ഭാഗം കുറെ തുറസേക്ക് എടുക്കുകയാണ്. പിന്നെ പുറമേ നിന്ന് പല സാധനങ്ങളിലേക്ക് കയറി ചെല്ലാൻ പറ്റും. അപ്പൊ അതിനും കൂടി ഒരു തടസ്സമായിരുന്നു പഴയകാലത്ത് ഉമ്മരപ്പടി. അത് തടഞ്ഞു വീഴുകയൊന്നുമില്ല. അത് അങ്ങനെ ഉണ്ടായാൽ മതി. പിന്നെ അങ്ങനെ വെക്കുന്ന ആളുകളുണ്ട്. എനിക്ക് വീട്ടിലുണ്ട്, മുൻഭാഗത്ത് അങ്ങനെ ഉണ്ട്, എന്നാലും അത് ചെറിയ രൂപത്തിൽ. പക്ഷെ ബേക്ക് ഭാഗത്ത് അതില്ല, ബേക്ക് കൂടെ വരാലോ. അപ്പൊ ഇന്നത്തെ ഡോറിന് അത് കാണുന്നില്ല. ഇന്ന് കട്ടിൽ വെക്കുമ്പോൾ അതങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ വെപ്പിച്ചാൽ നല്ലതാണ്. ഉള്ളിലൊന്നും ഇത് വെക്കണ്ട. ഉള്ളിലൊക്കെ വെച്ചാൽ ചിലപ്പോ കുട്ടികളൊക്കെ തടഞ്ഞു വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് ഉള്ളിലൊന്നും അത് വെക്കണ്ട. പുറമെയുള്ള 2 ഡോറിന് വെക്കാൻ പറ്റുന്നവർക്ക് വെക്കാവുന്നതാണ്, നല്ലതാണ്. കാരണം ഇതുപോലത്തെ എന്തെങ്കിലും എഴുജന്തുക്കളൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ ചെറിയൊരു സേഫ്റ്റി അതുകൊണ്ടുണ്ടാകുമെന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഏതായിരുന്നാലും ഉമ്മരപ്പടിന്റെ മുകളിൽ ഒരാൾ ഇരുന്നാൽ പിന്നെ മരം കൊണ്ട് തന്നെ കിട്ടും. അത് ആ ഉമ്മരപ്പടിയിൽ ഇരുന്നാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുന്ന. അതുകൊണ്ട് ഉമ്മരപ്പടിയിൽ ഇരിക്കാൻ പാടില്ല.
അടിച്ചു വാരാൻ ബുദ്ധിമുട്ടാകും ഉള്ളിൽ വെച്ചാൽ എന്നാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്. ശരിയാണ്, ഉള്ളിൽ വെച്ചാൽ ശരിയാണ്. നിഷാദ് പറഞ്ഞതുപോലെ തന്നെ അടിച്ചു വാരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിയുള്ളവർക്കാണ് ബുദ്ധിമുട്ടുള്ളത്. ബുദ്ധിയില്ലാത്തവർക്ക് അത് കുഴപ്പമില്ല, അതോ ആവട്ടെ. പിന്നെ ഉള്ളിൽ വെച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ അത് ആ രൂപത്തിലൊക്കെ അടിച്ചു വാരി എടുക്കാവുന്നതാണ്. അത് പുറമെ വെച്ചാൽ ഉള്ളിൽ വെച്ചാലൊക്കെ കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് തടിഞ്ഞു വീകും. അതുകൊണ്ടാണ് പറയാനുള്ള കാരണം. തടിഞ്ഞു വീകാൻ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കൊക്കെ. ചെറിയ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നത് നല്ലതാണ്, അവർക്ക് തടിഞ്ഞു വീകും. പിന്നെ അതുപോലെ തന്നെ പിന്നെ രണ്ട് ഭാഗത്ത് വെച്ചാലുള്ള ഗുണം എന്താ അറിയോ, അവിടേക്ക് പെട്ടെന്ന് കുട്ടികൾ ഇറങ്ങിപ്പോവുകയില്ല. ചെറിയ പ്രായത്തിൽ കുട്ടികൾ ഇറങ്ങിപ്പോകില്ല, കുറച്ച് വലുതാകുമ്പോൾ ഇറങ്ങിപ്പോകുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ വാതിലടിച്ചിട്ടാൽ മതി. അതെ, പെണ്ണുങ്ങളൊക്കെ പേ നോക്കാനിരിക്കുന്ന സ്ഥലവും കൂടിയാണ് കട്ടിലപ്പടി. പേ നോക്കാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ട്രെയിൻ രൂപത്തിൽ ഒരു പേ നോക്കാനിരിക്കാറുണ്ട്. അങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ? ട്രെയിൻ രൂപത്തിൽ ഒന്നിനു മുമ്പിൽ ഒരു 5-8 സ്ത്രീകളൊക്കെ ഒന്നിച്ച് വരിക്ക് അങ്ങോട്ട് ഇരുന്നിട്ട് ഒരു പ്രത്യേക സൗണ്ട് സു എന്നൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പേനെ കൊല്ലുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതും ഇല്ലട്ടോ. ഇന്ന് അണുകുടുംബമായതുകൊണ്ടാണ്. പണ്ട് കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബമാകുമ്പോൾ ഒരുപാട് സ്ത്രീകൾ വീട്ടിലുണ്ടായിരുന്നു. ഒരുപാട് സ്ത്രീകൾ, ഉമ്മയുണ്ടാകും, അത് വല്യമ്മയുണ്ടാകും, അതുപോലെ ഇതിന്റെ 4-5 പെൺകുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ ഇവര് ആൺകുട്ടികളുടെ ഭാര്യമാരുണ്ടാകും. എല്ലാവരും ഒന്നിച്ചാകുന്നത് കൊണ്ട് അത് ഗുണം. എല്ലാവർക്കും ഒന്നിച്ച് പേ നോക്കാനൊക്കെ സംസാരിക്കാനൊക്കെ നല്ലതാണ്. ഇന്ന് ഒരു മകൻ പെണ്ണ് കെട്ടിയാൽ ഉമ്മ വേറെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ മകന്റെ ഭാര്യ വേറെ വീട്ടിലായിരിക്കും, മരുമോള് വേറെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ മകൾ ഇവിടെ ഉണ്ടാവും, മകളെ നാത്തും വേറെ വീട്ടിലായിരിക്കും. ഈ 2 മക്കൾ പെണ്ണെട്ടിയാൽ ഒന്ന് വേറെ വീട്ടിലും ഒന്ന് വേറെ വീട്ടിലായിരിക്കും. ഇന്ന് ഈ രൂപത്തിൽ മൊത്തം കുടുംബം ചെതറിക്കെടുക്കുന്ന കാഴ്ചയാണ്. അല്ലെ പിന്നെ എന്റെ പോലത്തെ വീട്ടിലൊക്കെ വേണം. ഞങ്ങൾ 8-9 വർഷമായിട്ട് ഇതുവരെ എവിടത്തും പോയിട്ടൊന്നുമില്ല. ഇപ്പൊ അതാ മുറ്റത്തെല്ലാം കൂടും. ഒരുപാട് നല്ല സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് ചെറിയ വീടൊക്കെ ഉണ്ടാക്കി കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, മുറ്റത്ത് തന്നെ ആണെങ്കിലും അടുപ്പ് ഏകദേശം ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസവും വന്നിട്ടില്ല. ഭക്ഷണം കഴിക്കലൊക്കെ ഏകദേശം ഒരു രൂപത്തിൽ തന്നെ, താമസവും കിടക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ. വീട് 2-3 ഉണ്ട് എന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുറെയൊക്കെ നിന്റെ വീട്ടിലിപ്പം നോക്കിയാൽ കുറെ പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ ചെയിൻ രൂപത്തിൽ ഇരിക്കാൻ പറ്റിയ പെണ്ണുങ്ങൾ കുറെ ഉണ്ട്. ടിവിയുടെ ശല്യമില്ലാത്തതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഇഷ്ടംപോലെ സമയവും കിട്ടുന്നുണ്ട്. ടി വി ഉള്ള വീടാകുമ്പോൾ അതിന് സമയം കിട്ടൂല. ടി വി ഉള്ള സ്ഥലത്താകുമ്പോൾ അതിന് അവർക്ക് ഇന്നലെ കണ്ടുവച്ചതിന്റെ ബാക്കി ഇന്നലത്തെ അവൻ ഇന്ന് എന്ത് ചെയ്തു എന്നറിയണ്ടേ. അതിന്റെ ഒരു സങ്കടത്തോടു കൂടി ഓടി നടക്കാൻ അവർക്ക് സമയം കിട്ടുള്ളൂ. ഇന്ന് അതിനും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്തോ ആവട്ടെ, അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിനൊക്കെ നല്ല നിലക്ക് ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ അവരെ നമ്മുടെയൊക്കെ മരണം വരെ അല്ലാഹു തആല നല്ല നിലക്കാക്കി തെരുമാറാവട്ടെ. യാതൊരു പ്രശ്നവും പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ അല്ലാഹു തആല ജീവിക്കേണ്ട ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കട്ടിലപ്പടിയിലിരിക്കുന്ന പരിപാടി ഒഴിവാക്കണം. അത് വീട്ടിൽ ഐശ്വര്യമില്ലാതാക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇനി അങ്ങനെ ചെയിൻ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഈ രൂപത്തിൽ പേ നോക്കുന്ന ആളുകൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത്, ആരും കാണാത്ത സ്ഥലത്ത് നോക്കിയിട്ട് ഇരിക്കാവുന്നതാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ ഇനി മറ്റൊരു വിഷയം കൂടെ പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ പേൻ എന്ന സാധനമല്ല നമ്മുടെ തലയിലൊക്കെ ഉണ്ടാകുമല്ലോ പേന്. ആ പേനിനെ നിലത്തൂടെ വെറുതെ ഇങ്ങനെ ഇഴിയാൻ വിടാൻ പാടില്ല. പിന്നെ അതുപോലെ അല്ലെങ്കിൽ വടിച്ചു കൂട്ടിയിട്ട് അത് തീയിലിട്ട് കരിക്കാനും പാടില്ല. പേൻ ഇങ്ങനെ കൊല്ലാൻ മടുത്തുകൊണ്ട് പണ്ടൊക്കെ ഉമ്മമാര് കയ്യിന്റെ നഖത്തിൽ വെച്ചിട്ട് ശീശി ഇങ്ങനെ കൊല്ലലായിരുന്നു. അത് പ്രത്യേക ആംഗ്യം, അതിന് വേറെ ഒരു പ്രത്യേകമായ ഒരു ശൈലിയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പേനിങ്ങനെ കൊല്ലായിരുന്നു. ഇന്ന് പേനാരെ എടുക്കുന്നത്? ഇന്ന് കണ്ട എല്ലാ സാധനവും തലയിൽ വാരി തേച്ചിട്ട് പേന് തലയിലിക്കൂല. മാത്രല്ല തലവേദനയും. ഇന്ന് എല്ലാ കെമിക്കൽ സാധനവും നമ്മുടെ തലയിൽ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. തേച്ചുകൊണ്ട് പേനൊന്നും തലയുണ്ടാകൂല. മാത്രമല്ല പേൻ മാത്രമല്ല തലയിൽ ഉള്ളിലൊന്നുമില്ലാത്ത അവസ്ഥ വരും. തലവേദന ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾ നോക്ക്, നമ്മളെ അങ്ങാടിയിൽ കാണുന്ന വത്തക്കന്റെ മുകളിലൊന്നും ഇന്ന് ഈച്ച വന്നിരിക്കുന്നില്ലല്ലോ. വത്തക്ക മുറിച്ച് കഴിച്ചാൽ അതിന്റെ ചുവപ്പ് കാണാൻ കഴിയായിരുന്നു. ഒരു വത്തക്ക ഇങ്ങനെ മുറിച്ച് പുറമെ വെച്ച് നോക്കിയാൽ മുഴുവൻ ഈച്ചയുടെ കറുപ്പല്ലായിരുന്നു കാണാനുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് കാണുന്നില്ലല്ലോ. ഇന്ന് ഈച്ച നോക്ക പോലുമില്ല. എനിക്ക് വേണ്ടെന്നല്ല, കാരണം ഈച്ചക്ക് ബുദ്ധിയുണ്ട്, നമുക്കാണ് ബുദ്ധിയില്ലാത്തത്. ഒരുപാട് രാസപദാർത്ഥങ്ങൾ കുത്തിക്കയറ്റിയത് കൊണ്ട് അതിലേക്ക് ഈച്ച വരുന്നില്ല. എന്നാൽ ബുദ്ധിയില്ലാത്ത നമ്മളത് വാങ്ങി ഇങ്ങനെ തിന്നുകയും ചെയ്യുന്നു. ഈച്ച ചത്തുപോകും. അതുകൊണ്ടാണ് കാരണം. അതേ സമയത്ത് പേനം അങ്ങനെ തന്നെയാണ്. എല്ലാ കെമിക്കലും തലയിൽ വാരി തേച്ച് നോക്കുന്നേരോ ഇപ്പൊ പേന മനസ്സിലാക്കി ഇവരെ തലയിൽ പോയിട്ട് കാര്യമല്ല. തലയിലേക്ക് പേൻ വരുന്നില്ല, കെമിക്കൽ ഉള്ളതുകൊണ്ട്. എന്നാലോ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. തലവേദനയില്ലാത്ത സമയങ്ങളില്ല. ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നു. എന്തെല്ലാം സാധനങ്ങളാണ് ഇങ്ങനെ വാങ്ങി തേക്കുന്നത്, പല സാധനം.
ഷാമ്പു അല്ലേ, ഞാൻ ഷാമ്പു വാങ്ങലുണ്ട്. എന്തിനറിയോ, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വണ്ടി വെച്ചു അതിന് പറ്റിയ സാധനം. വണ്ടി തേക്കാൻ നല്ല ഷാമ്പു കേട്ടോ, അത് വേണം, നല്ല മരുന്നാണ്, പഠിച്ചിട്ടുള്ളൂ. വണ്ടിയൊക്കെ തേച്ചുകാൻ, കാറ് ബൈക്ക് ഇതൊക്കെ തേച്ചുകാൻ നല്ലത് ഷാമ്പുവാണ്. കാരണം കൂടുതൽ കറകൾ വരികയൊക്കെ പെയിന്റ് ഇളകി പോകുന്നില്ല. അത് നല്ല സാധനമാണ്, പെട്ടെന്ന് ചളി പോവുകയും ചെയ്യും. അതേസമയത്ത് സോപ്പ് ഉപയോഗിച്ച് വണ്ടി തേക്കരുത്. വണ്ടി തേച്ച് കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് സോപ്പിന്റെ പതയായാൽ ആ വണ്ടിന്റെ കളർ മങ്ങും. അപ്പൊ ഇങ്ങനെ മങ്ങിപ്പോകും. അത് വണ്ടി പെട്ടെന്ന് പഴയതായി തേത്തുന്നു. ഷാമ്പു തേച്ചാൽ മതി, അതിന് ഒരുപാട് ഉപകാരം ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഷാമ്പു വാങ്ങാറുണ്ട്. അപ്പൊ എന്നല്ലാതെ ഷാമ്പു ഒന്നും ആരും വാങ്ങി തേക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി എന്തോ ആവട്ടെ. ഇനി അപ്പൊ പറഞ്ഞു വന്നത്, പേനിനെ കരിക്കാൻ പാടില്ല, തീയിലിട്ട് കരിക്കരുത്. അങ്ങനെ കരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും, വീട്ടിൽ ദാരിദ്ര്യം വർദ്ധിച്ചു വരും. അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കൽ ഏറ്റവും നല്ലതാണ്. പേനിനെ കൊല്ലാതെ വിടാൻ പറ്റുമോ? അതും പാടില്ല. അപ്പൊ തിരുവമ്പാടി അടിച്ചതുപോലെ കൊക്കക്കോൾ ഉപയോഗിച്ചാൽ തുരുമ്പും കളയാം. കൊക്കക്കോൾ ഉപയോഗിച്ചാൽ തുരുമ്പും കളയാം. അതുപോലെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം ഉണ്ടല്ലോ, വാസ്ലിൻ അല്ലേ, വാസ്ലിൻ എന്ന സാധനം നമ്മുടെ കാലിനൊക്കെ പരിക്കുകൾ മുറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തൊട്ടുവെക്കാൻ പറ്റിയ സാധനമല്ലോ വാസ്ലിൻ. ആ വാസ്ലിൻ കൊണ്ട് വേറെ ഉപകാരം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ വാസ്ലിൻ എന്ന് പറഞ്ഞൊരു പെട്രോളിയം ഉപയോഗം അല്ലെ, പെട്രോളിയം കൊണ്ടുണ്ടാക്കുന്നതാണ് വാസ്ലിൻ. ഈ വാസ്ലിൻ ഗൾഫുകാർ കൊണ്ടുവരുന്ന നല്ല സാധന. അത് മുറികളൊക്കെ പറ്റിയാല് പിന്നെ അത് തൊട്ട് വെച്ചാൽ പെട്ടെന്ന് മുറിയൊക്കെ അങ്ങ് ഒഴിവായി കിട്ടും. അത് പെട്രോളിയം ജെല്ലിയാണ്. അതെ, മാത്രമല്ല പിന്നെ അത് തൊലിന്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല എന്ന് അതിമ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും, അത് അകത്ത് കിടക്കരുത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഈ സാധനം നല്ല പോലെ നമ്മൾ ഗ്രീസിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഗ്രീസ് ഇടുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തൊട്ട് വെച്ചാൽ മതി. ഏറ്റവും നല്ല തുരുമ്പൊന്നും ആ ഭാഗത്തേക്കേ വരില്ല. അതിനും കൂടി നല്ലതാണ്. കാരണം എനിക്കിവിടെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ റൂമില് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോളാർ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ സോളാർ സംവിധാനത്തിന് വേണ്ടി വന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് ഇങ്ങോട്ട് എടുക്കുന്നില്ല. എന്തോ ഒരു മിസ്റ്റേക്ക്. ഇവൻ വന്ന പറഞ്ഞു അത് തുരുമ്പ് കയറിയതാണ് ഉസ്താദേ, ആ വയർ കൊടുത്ത സ്ഥലത്ത് തുരുമ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, ഞാനാണെങ്കിൽ അതിന് പിന്നെ ഇത് കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ ഗ്രീസ് കൊണ്ടുവരാൻ മറന്നുവല്ല, എന്ത് ചെയ്യും. അവൻ ലാസ്റ്റ് വല്ല ഇവിടെ വാസ്ലിൻ ഉണ്ടോന്ന് ചോദിച്ചു. വാസ്ലിൻ അതാ ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞു. അങ്ങനെ വാസ്ലിൻ വാങ്ങിയിട്ട് ഇവൻ ആ തുരുമ്പ് ഉള്ള സ്ഥലത്തൊക്കെ നല്ലവണ്ണം തേച്ച് വൃത്തിയാക്കി അതങ്ങനെ നല്ല പുരട്ടിയിട്ട് അവനങ്ങോട്ട് വരപ്പോൾ ഒരു കുഴപ്പമില്ല. അവൻ പറഞ്ഞു ഇതിങ്ങനെ ചെയ്താൽ ഗ്രീസിനേക്കാൾ ഏറ്റവും ബെറ്റർ ഇതാണ് വാസ്ലിനാന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഉപകാരം കൂടി ഉണ്ട്. അപ്പൊ ആ വാസ്ലിനൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ കുട്ടികൾ എടുക്കുന്ന സ്ഥലത്ത് വെക്കരുത്. കുട്ടികളെ വായിലിട്ടാൽ അവരെ വായിലുള്ള പിന്നെ ഈ തുരുമ്പൊക്കെ പോയി കിട്ടും, അത് ബുദ്ധിമുട്ടായി പോകും. അപ്പൊ അതിനെ ഇനി ആരും ചെയ്യരുത് എന്നൊരു ഉപദേശം കൂടി ഇതിന്റെ അടുക്ക് പറയാം. അപ്പൊ ഏതോ ആവട്ടെ, ഞാൻ പറഞ്ഞത് ഈ പേനിനെ നമ്മൾ കൊല്ലാതെ നിലത്ത് വിട്ട് കളയാൻ പാടില്ല, അത് വീട്ടിൽ ഐശ്വര്യക്കേട് ഉണ്ടാക്കുമെന്ന് കിതാബിലുണ്ട്. അപ്പൊ പേനെ കൊല്ലണം. ആ പേനുള്ള ആളുകൾ പേനെടുത്തോളി, അതിനെ കൊന്നോളി, കൊല്ലാതെ വിട്ടുകളയാൻ പാടില്ല. നഖത്തിന് മുകളിൽ കൊല്ലാനെങ്കിൽ അങ്ങനെ കൊന്നോളി, അല്ലെങ്കിൽ ചീർപ്പിന്റെ മുകളിൽ വെക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്തോളി. എല്ലാ വീട്ടിലും ഒരു പേൻ ചീർപ്പ് എന്ന് പറയും, പേനിനെ പിടിക്കാനായിട്ടുള്ള ചീർപ്പ്. ഇന്ന് അത് പേൻ ചീർപ്പും കാണാനില്ല. കാരണം പേനിൽ നേരത്തെ പറഞ്ഞു തന്നെ അതിന്റെ കാരണങ്ങൾ. അപ്പൊ അതാണ് ഒരു കാരണം. ഏതോ ആവട്ടെ. പിന്നെ അതുപോലെ ചെയ്യേണ്ട വിഷയം എന്താ അറിയോ, നാട്ടിലുള്ള ഉമ്മമാർക്ക് പ്രത്യേകിച്ച് ഇന്നത് പറയേണ്ട ആവശ്യമില്ല, ഇന്നത്തെ കാലത്ത് ഇത് കൂടുതലും ചെയ്യുന്നില്ല, എന്നാലും പറയാണ്, ഉള്ളിയുടെ തോല് കരിച്ചു കളയരുത് എന്നാണ്. വലിയുള്ളി ആവട്ടെ ചെറിയുള്ളി ആവട്ടെ ഏതുള്ളിയായിരുന്നാലും അത് തോല് കരിച്ചു കളയാൻ പാടില്ല. പഴയ കാലത്ത് ഉമ്മമാരെന്ത് ചെയ്യുന്നറിയോ, ഈ ഉള്ളിത്തോലൊക്കെ കുറേത് പറമ്പിലൊന്നിട്ടാൽ പെട്ടെന്ന് അഴുകി നശിച്ചു പോകുകയൊന്നുമില്ല. അപ്പൊ ഉമ്മമാരൊക്കെ എന്ത് ചെയ്യും, അടിച്ചുട്ടി ആ അടുപ്പിലേക്ക് അങ്ങോട്ടേക്കും. അന്ന് വിറകിന്റെ അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് അടുപ്പിലേക്ക് ഇട്ടാൽ കത്തി തന്നെ കത്തി കരിഞ്ഞങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ടൊരു ശല്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ചെയ്യാറുള്ളത്. എന്നാൽ അത് ഏറ്റവും വലിയ പ്രശ്നമാണെന്നാ. ഉള്ളിത്തോൽ കരിച്ചാൽ ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകൂല. വാസ്ലിനിൽ ബെൻസിൽ ആൽക്കഹോൾ ചേർത്തിട്ടുണ്ട്, അത് നജസാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആൽക്കഹോൾ നജസാണ്, ചേർത്തിട്ടുണ്ടെങ്കിൽ നജസ് ചേർത്തതാണ്. ആൽക്കഹോൾ നജസാണ്, അത് സംശയമൊന്നുമില്ല. അത് ചില സ്പ്രേയിലൊക്കെ ഉണ്ട്. സ്പ്രേ അടിക്കാൻ പറ്റുമോ പറ്റൂലേ, അതൊക്കെ ഒരുപാട് ചർച്ചകളാണ്. ആൽക്കഹോൾ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമം. ആൽക്കഹോൾ നജസാണ്. ഇനി വേറെ ഈ വാസനൊക്കെ തൊട്ട് വെച്ചാൽ തന്നെ നമ്മൾ ഉദു ചെയ്യുമ്പോ ഒക്കെ ശരിക്കും വെള്ളം ചേരൂല കേട്ടോ, ഗ്രീസിട്ട മാതിരി ഉണ്ടാകുക. നല്ലപോലെ ഒരുതി പോയിക്കൊള്ളണം, അല്ലെങ്കിൽ അവിടെ പിന്നെ വെള്ളം ചേരൂല. സ്പിരിറ്റൊക്കെ നജസ് തന്നെ. സ്പിരിറ്റാണ് ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞ സാധനം.
അത് നജസാണ്. സ്പ്രേയിലൊക്കെ കൂടുതലും അതുണ്ട്. സ്പ്രേ അടിക്കുന്നവർ ശ്രദ്ധിക്കണം. സ്പ്രേ പാടില്ല എന്നും കുഴപ്പമില്ല എന്നും കുഴപ്പമുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ തന്നെ പല അഭിപ്രായങ്ങളും ഉണ്ട്. കഴിയുന്നതും അത് ഒഴിവാക്കൽ ഏറ്റവും ഹൈർ. കാരണം സ്പ്രേയിലൊക്കെ ആൽക്കഹോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രീ ഫ്രം ആൽക്കഹോൾ എന്നൊക്കെ കൊടുത്താലും അതിലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. ആൽക്കഹോൾ ഇല്ലാതെ സ്പ്രേയിങ് നടക്കൂല എന്നാണ്. നല്ല സ്പ്രേ ചെയ്യണമെങ്കിൽ അത് ശരിക്കും സ്മൂത്തായി വരണമെങ്കിൽ ആൽക്കഹോൾ അല്പമെങ്കിലും ചേർത്തി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അത് നജസുള്ള വിഷയമാണ്, ശ്രദ്ധിക്കുന്നത് നന്ന്. അല്ലാതെ തന്നെ മസാലകൾ പറയുന്നില്ല. അത് രണ്ടഭിപ്രായങ്ങളും ആ വിഷയത്തിലുണ്ട്. ഒഴിവാക്കാതിലാണ് ഏറ്റവും ഹൈറ് എന്ന് പല ആളുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല അത്തർ വാങ്ങിക്കോളി, കൂട്ടത്തിലൊന്നും എനിക്ക് വാങ്ങിക്കോളി. പറയണ്ടല്ലോ തിരുമ്പാടി അല്ലേ, അത് നമ്മൾ പറയണ്ടല്ലോ. നല്ല അത്തർ വാങ്ങിക്കോളി, കൂട്ടത്തിലൊന്നും എനിക്കും വാങ്ങിക്കോളി. കാരണം അത്തർ എപ്പോഴും നല്ലതാണ്. ഗൾഫുകാർ പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് എന്താ കൊണ്ടുവരേണ്ടത്. ഗൾഫുകാർ ചിലർക്കൊക്കെ ചോദിക്കുക എന്താ കൊണ്ടുവരേണ്ടത്. അപ്പൊ ഞാൻ പറയാം എനിക്കൊരു അത്തർ മതി. അപ്പൊ ഒരു ദിവസം പടുത്ത് നമ്മളെ പെണ്ണുങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇനി ആര് ചോദിച്ചാൽ ഈ അത്തർ മതി ഇങ്ങനെ കുറെ അത്തർ ഇവിടെ കൂടിക്കിടക്കുന്നില്ലേ, എന്തിനാ ഈ അത്തർ മതി വരുന്നത്, നിങ്ങൾക്കൊരു എന്തായാലും പറയാ ഒരു തോപ്പ് വാങ്ങാൻ പറഞ്ഞുകൂടെ ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് എന്താണ്, അത്തർ മതി എന്നാണ്. കാരണം അത്തർ തോപ്പിനേക്കാളൊക്കെ ബെറ്ററാ. തോപ്പ് ധരിക്കാനല്ലേ, പക്ഷെ അത്തറിൽ സുന്നത്തും കൂടി കിട്ടും. അത്തർ തേക്കൽ സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ നല്ല സുന്നത്തും കൂടെ അതിൽ കിട്ടും. അപ്പൊ ഞാൻ ആര് ചോദിച്ചാലും പറയുന്ന വിഷയം അത്തർ മതി എന്നാണ്. ഇനി അല്ല ഒരാൾ തോപ്പും കൊണ്ടുവരുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു മാത്രം എന്തോട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഐശ്വര്യം നൽകുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് പോകുന്നു. അപ്പോ ഉള്ളിത്തോല് പഴയ കാലത്തൊക്കെ ഉമ്മമാരങ്ങനെ അടിച്ചുകൂട്ടിയിട്ട് മെല്ലെ അടുപ്പിലേക്ക് ഇടാറുണ്ടായിരുന്നു. അത് ശരിയല്ല, അങ്ങനെ അത് ഒഴിവാക്കണം. അടുപ്പിലേക്ക് ഇടാൻ പാടില്ല. എന്നത് ഗ്യാസ് ആയതുകൊണ്ട്, ഇന്ന് ഗ്യാസിന്റെ പരിപാടി ആയതുകൊണ്ട് ആരും ഉള്ളിത്തോല് കരിക്കാനൊന്നും നിൽക്കില്ല. ഗ്യാസ് ആയതുകൊണ്ട് ഈ ഉള്ളിത്തോലൊന്നും അതിലേക്ക് പോകില്ല. അപ്പൊ എന്താ ചെയ്യാ, ഉള്ളിത്തോലൊക്കെ നമ്മൾ കത്തിച്ച് കളയാനൊന്നും പാടില്ല. മുറ്റമൊക്കെ അടിച്ചു വരെ പറമ്പൊക്കെ ഉള്ള ആളുകൾ എല്ലാ ചവലകളൊക്കെ ഒരുമിച്ച് കൂട്ടി തീയിടുന്ന പരിപാടി ഉണ്ടെങ്കിൽ അവിടെയും ഉള്ളിത്തോല് വിടാൻ പാടില്ല. അപ്പൊ ചെറിയൊരു കുഴി എപ്പോഴും നമ്മളെ വീട്ടിൽ നല്ലതാ. ചെറിയ കുട്ടികളില്ലെങ്കിൽ അല്ലെ കുട്ടികൾ അതിൽ കുഴി ഇറങ്ങി കളിക്കും. ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലെല്ലാ വേസ്റ്റും കൊണ്ട് തട്ടുന്ന ഒരു കുഴി ഉണ്ടാക്കിയും അതിൽ ഉള്ളിത്തോല് പോലത്തെ സാധനങ്ങൾക്ക് അതിലേക്ക് അടക്കം ചെയ്യാം, കുഴിയിലേക്ക്. അങ്ങനെ സാവധാനത്തിൽ അങ്ങനെ മണ്ണ് മയച്ചേർത്ത് പോയിക്കോട്ടെ. അല്ലാതെ കരിച്ചു കളയുന്ന ഒരു പരിപാടി ഉണ്ടാവാൻ പാടില്ല. അത് വീട്ടിൽ അത് ഐശ്വര്യ കേടുണ്ടാക്കുന്നതാണ് എന്ന് അത് മഹാന്മാർ പഠിപ്പിച്ചു തെറ്റിക്കണം. ഇനി അതുപോലെ തന്നെ തോപ്പ് എങ്ങനെയാണ് എത്തിക്കുക എന്നൊരാൾ ചോദിക്കുന്നു. മാഷാ അല്ലാഹ്, ഞാനതൊരു ഉദാഹരണം എന്ന് പറഞ്ഞ രൂപത്തിൽ അത്തന്നെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി നല്ല ഭാര്യ എന്നൊരു കമന്റ് വന്നിട്ടുണ്ട്. കാരണം വസ്ത്രത്തിന്റെ കാര്യം ഭാര്യക്കല്ലേ അറിയുള്ളൂ. നമ്മൾ ചെല്ലുമ്പോൾ അലക്കി തരണം, അലക്കി തേച്ച് വെച്ചിട്ടുണ്ടോ എടുത്ത് നമ്മൾ പോരുന്നു, അത്രയല്ല അതിലുള്ളൂ. അപ്പൊ ഈ ഓരോ ദിവസവും നമ്മൾ കുറച്ച് കൂടുതൽ വസ്ത്രം ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. കുറെ കൂടുതൽ വസ്ത്രം ഉണ്ടെങ്കിൽ അവർക്ക് ഒരാഴ്ചകൾ അവിടെ അലക്കി വെച്ച് നമുക്ക് എടുത്ത് കൊണ്ടുവരാം. അതുകൊണ്ട് പറഞ്ഞതാണ്. അത്രേ ആവശ്യത്തിൽ കണക്കാക്കേണ്ടതുള്ളൂ. ഏതായാലും നമ്മളെ ഭാര്യമാർക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലാഹു തആല നല്ല ആരോഗ്യ പ്രദാനം നൽകുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലത്തെ ഉള്ളിത്തോല് കരിക്കുക, അപ്പൊ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അത് പലിശ വാങ്ങുന്ന വീട്ടുകാർ, പലിശ കച്ചവടം, പല രൂപത്തിലും പലിശ വരുന്നുണ്ട്. പല രൂപത്തിലും പലിശയുണ്ട്. ഒരുപാട് പലിശന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ പലിശകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഈ പലിശ കൂടിയാലുള്ള കുഴപ്പം എന്താണെന്നറിയോ, നമുക്ക് ദാരിദ്ര്യം കൂടുന്ന. അതുകൊണ്ട് മെച്ചപ്പെടുകയല്ല ചെയ്യുക. പലിശ കൊണ്ട് ആരും വിജയിച്ച ചരിത്രം കേട്ടിട്ടില്ല. പലിശ അതെപ്പോഴും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കുന്ന ആരെങ്കിലും തെറ്റാണ്. പലിശ എപ്പോഴും നമ്മളെയും നമ്മളെ കുടുംബത്തെ നശിപ്പിക്കും. അല്ലാഹു തആല ഹറാമാക്കിയൊരു പലിശയല്ലേ പലിശ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പലിശ ആരും ഉപയോഗിക്കരുത്. പലിശയുള്ള വീട്ടിൽ ഐശ്വര്യമില്ല. ഇന്ന് തന്നെ ഒരാൾ സംശയം ചോദിച്ചതിന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. അത് ബന്ധപ്പെട്ട ഉസ്താദന്മാരോടോ ഒക്കെ ഒന്ന് ചോദിച്ചുത്തരം പറഞ്ഞെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വിളിച്ച് ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ, ഇപ്പോ ഒരു 5 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 1 ലക്ഷം റുപ്യ എനിക്ക് നാട്ടിലേക്ക് കിട്ടണം. അപ്പൊ ഞാൻ ഇപ്പൊ ഒരാളോട് പറഞ്ഞു, ഗൾഫാരൻ ചോദിച്ചാണ്, ഒരാൾ പറഞ്ഞു എനിക്കിപ്പോ 1 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ഒരാളോട് 1 ലക്ഷം രൂപ നാട്ടിൽ കൊടുക്കാൻ പറഞ്ഞു. അതിന് അയാൾക്ക് ഞാൻ ഇവിടുന്ന് ഒരു പൈസ കണക്കാക്കി. അദ്ദേഹം പറഞ്ഞു ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പൈസ ഇവിടുന്ന് കൊടുക്കുകയാണ്. അത് പല ഘട്ടങ്ങളിലായിട്ടാണ് കൊടുക്കുന്നത്, ഒന്നിച്ച് കൊടുക്കാൻ എന്റെ കയ്യിലില്ല.
അപ്പൊ ഈ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ 1,00,000, ആ 1,00,000ത്തിന് തുല്യമായ പൈസ ഇവിടെ കൊടുക്കുമ്പോൾ അത് ഞാൻ കൊടുക്കുന്ന സമയത്ത് അയാളിപ്പോ 10,000 രൂപ വീതം തരണം എന്നാണ്, അവിടുത്തെ 10,000 രൂപത്തിന്റെ മൂല്യം എത്രയാണോ അത് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ മൂല്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരികയല്ലോ. ഓരോ സമയത്തുള്ള ഇന്ന് ഈ മാസം മൂല്യമായിരിക്കില്ല അടുത്ത മാസം ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് പലിശ ആകുമോ ഉസ്താദേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റിയതല്ല, ഏതായിരുന്നാലും ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനത്തെ പലിശനെ പേടിക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരും കേൾക്കുക. നിത്യമായി പലിശയിൽ പെട്ടുപോയി പടച്ചോനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണേ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് റബ്ബേ നീയെ പെട്ടെന്ന് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം നീ നൽകി കൊടുക്കുക എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം എല്ലാവരോടും പറയാനുള്ളത് പലിശയുടെ പരിപാടി എത്ര നമുക്ക് ലാഭം തോന്നിയാലും ഒഴിവാക്കുക. പലിശയെ നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹു തആല നമ്മൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്നു പെട്ടാൽ അത് പലിശ നമ്മളെയും കൊണ്ടേ പോകുള്ളൂ. അത് എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിലാകുന്ന വിഷയമാണ്. അപ്പൊ പലിശയുടെ ഏർപ്പാട് ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുക എന്നല്ലാതെ ഐശ്വര്യം ഉണ്ടാകില്ല. കിട്ടുമ്പോൾ കുറച്ച് പൈസ ഉഷാറായിട്ട് കിട്ടും, എന്തെങ്കിലും ഒരു വിഷയമൊന്നും അതിൽ പലിശ കുറച്ച് വിഷയങ്ങൾ വാങ്ങുകയാണെങ്കിൽ അപ്പൊ ആ കാര്യങ്ങൾ നടക്കും. പക്ഷെ അത് വീട്ടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വത്തുകൾ മൊത്തം വിൽക്കേണ്ടി വരും. സഹോദരിയുടെ കല്യാണം മുമ്പ് മൂത്ത സഹോദരി കല്യാണം കഴിഞ്ഞപ്പോൾ പല ആളുകൾ പറഞ്ഞു നിങ്ങൾ വേഗം അല്പം ലോൺ എടുത്തോളൂ. ആ ലോൺ എടുക്കാൻ എന്റെ ഉപ്പ തയ്യാറാവാത്ത കാരണം കൊണ്ട് പല ആളുകളും നമ്മളെ സഹകരിച്ചില്ല. പക്ഷെ അള്ളാന്റെ കുതിരത്തോണ്ട് ഇത് ഒരു ലോണും എടുക്കാതെ കാര്യങ്ങൾ റെഡിയായി. രണ്ടാമത്തെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ അടുത്ത് കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്നും പല ആളുകൾ പറഞ്ഞിരുന്നു എന്തെങ്കിലും വാങ്ങണം, വാങ്ങിക്കോട്ടെ, എന്താ ചെയ്യാന്ന് കുറച്ചാൾ ഉപദേശം തന്നിരുന്നു. അവരോടും പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാതെ ഒരുപാട് ദീനി സ്നേഹികളുടെ സഹായങ്ങൾ കൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞു. അല്പം ചില കടങ്ങളില്ലാതെ ഏതെങ്കിലും കാര്യം നടക്കുമോ? അത് ഉണ്ട്, കുഴപ്പമില്ല. അല്ലാഹു തആല വലിയ അനുഗ്രഹം ചെയ്തു തന്നു. ഇനിയിപ്പോ ഒരു പെങ്ങള് എനിക്കുണ്ട്. അത് ഈ നേരത്തെ കഴിഞ്ഞ പെങ്ങളെക്കാണ് മൂത്ത വയസ്സാണ്. 24 വയസ്സ് ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുക, 25ാമത്തെ വയസ്സിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. നിങ്ങളോടൊക്കെ പറയാനുള്ളത് അകമഴിഞ്ഞ് നിങ്ങളുടെ ദുആകളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക. പല ആളുകളും ഉംറക്ക് പോകുന്നവരും പല സ്ഥലത്ത് പോകുന്ന ആളുകളുമാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ പാവപ്പെട്ട എന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അകമഴിഞ്ഞ് നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്യണമെന്നൊരു വസിയ്യത്ത് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. കാരണം പല ആളുകളും പറഞ്ഞ് എന്തോ സമയം എത്താത്തതുകൊണ്ടാവാം 25 വയസ്സിപ്പോ പ്രായമുണ്ട്, അവൾക്ക് അതിന്റെ കാണുമ്പോൾ അതിന്റെ താഴെയുള്ള കല്യാണം ഇപ്പൊ എടുത്തു കഴിഞ്ഞല്ലോ. അപ്പൊ ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യോജിച്ച ഇണകളെ അല്ലാഹു നൽകി നമ്മയും അവരൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. നിങ്ങളും നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി അതുപോലെ പറയാനുള്ളത് ഇപ്പൊ പലിശ നമ്മൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാറ്റ്, മഴ, ഇടി ഇതിനൊന്നും ചീത്ത പറയാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചീത്ത പറയൽ ഒഴിവാക്കണം. അങ്ങനെ ചീത്ത പറഞ്ഞാൽ അത് നമ്മുടെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന. എന്റെ നാട് ചോദിക്കേണ്ട ഒരാൾ, എന്റെ നാട് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ പൂനൂര് എന്ന സ്ഥലമുണ്ട്. എ പി ഉസ്താദിന്റെ നാടാണ് പൂനൂര്. ആ പൂനൂരിൽ നിന്ന് 3 കിലോമീറ്റർ പോയാൽ എന്റെ വീടെത്തും. അവിടെയാണ് എന്റെ നാടുള്ളത്. ഒരാൾ 2-3 ആൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാട്ടോ, ബാക്കിയുള്ള അരോചകമായി തോന്നരുത്. അപ്പോ പിന്നതുപോലെ തന്നെ ഈ ദാരിദ്ര്യമുണ്ടാക്കുന്ന മറ്റൊരു വിഷയമാണ് തെമ്മാടികളായ ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത്. തെമ്മാടികളായ ആളുകളെ ബഹുമാനിക്കാൻ പാടില്ല. തെമ്മാടിത്തരം കൊണ്ട് തെമ്മാടികളായ ആളുകളെ ബഹുമാനിക്കാൻ പാടില്ല. അതാണ് ലാസ്റ്റ് പറഞ്ഞു അല്ലേ? തെമ്മാടികളായ ആളുകളെ ബഹുമാനിക്കാൻ പാടില്ല. തെമ്മാടികളായ ആളുകളെ ബഹുമാനിച്ചാൽ അവന്റെ വീട്ടിൽ ഐശ്വര്യക്കേടുണ്ടാകും. ഐശ്വര്യം ഉണ്ടാകൂല, ഐശ്വര്യക്കേടുണ്ടാകുക, ദാരിദ്ര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് ഉണ്ടാവരുത്. പിന്നെ മലമൂത്ര വിസർജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഇടതുകാലം മുന്തിച്ച് കയറണമെന്നാണല്ലോ നമ്മൾ പഠിച്ചത്. ഇനി ഒരാളെന്ത് ചെയ്തു? അത് വലതുകാലം മുന്തിച്ച് തന്നെ അങ്ങനെ കയറാൻ വിചാരിച്ചു. വലതുകാലം മുന്തിച്ചുകൊണ്ട് കയറണമെന്നൊരാൾ വിചാരിച്ചു. അല്ലെങ്കിൽ അങ്ങനെയാണ് അയാൾ കയറാറുള്ളത്. അല്ലെങ്കിൽ അയാൾ നോക്കലില്ല, ആട്ട് കയറലാണ് കൂടുതൽ, വലതുകാലം തന്നെ വെക്കൽ. എന്നാലും അയാൾക്ക് ദാരിദ്ര്യം പിടിപെടുന്ന. കാരണം വലതുകാലം മുന്തിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് ഇവന് ദാരിദ്ര്യം പിടിപെടുക തന്നെ ചെയ്യും. പിന്നെ ഇവൻ എത്ര ജോലി ചെയ്തിട്ടും ഒന്നും എവിടെ പോയി പണം കാണാണ്ടാവില്ല. ഇഷ്ടംപോലെ പൈസ എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട്,
വീട്ടിൽ ഭാര്യയാണെങ്കിൽ അത്ര ചെലവഴിക്കുന്നില്ല, ഞാൻ തന്നെയാണ് ചെലവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്, എന്നിട്ടും ഒന്നും കാണാനില്ല, ആരും എടുത്തു കൊണ്ടുപോകുന്നില്ല. സംഗതി കണക്ക് കൂട്ടി നോക്കിയാലൊക്കെ റെഡിയാണ്. സാധനം നമ്മുടെ കണക്കൂട്ടി ഞാൻ ഓരോ ദിവസത്തെ മൂല്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ റെഡിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്നും കാണാനില്ല. കാരണം അത് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയിന്ന. ഈ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ദാരിദ്ര്യം കൊണ്ടാണ്. അപ്പൊ ദാരിദ്ര്യത്തിന്റെ ഒരു കാരണം കൂടിയാണത്. അപ്പൊ ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും മലമൂത്ര വിസർജന കയറുന്ന സമയത്ത് വലത് കാല് വെച്ച് കയറരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പിന്നെ ബാങ്കിൽ നിന്നൊക്കെ പലിശ വാങ്ങുന്ന വരിപ്പാട് അത് ഒഴിവാക്കണം. ഇൻട്രസ്റ്റിന്റെ പരിപാടിയേ പാടില്ല. ആ ഇൻട്രസ്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടാവരുത്. അങ്ങനെ അതൊക്കെ പലിശ. പക്ഷെ ഒരാൾ അതിന്റെ അടുക്ക അതൊരുത്തം പറയുന്നത് കേട്ടിട്ടുണ്ട്, പിന്നെ പലിശ ഇനിയിപ്പോ നമ്മൾ വാങ്ങുന്നില്ലെങ്കിൽ അത് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾക്ക് പറ്റാത്ത മറ്റൊരുത്തൻ പറ്റാനുള്ള പരിപാടി അതൊന്നുമില്ല. അതൊന്നും ചെയ്യരുത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കോഴി ചത്ത് കിടന്നാൽ അടുത്ത വീട്ടിലുള്ള അമുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ കോഴി ചത്തനൊക്കെ തിന്ന ആളാണ്, എന്നാൽ അവനങ്ങോട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അത് ഹറാമാണ്. നമ്മൾക്ക് പറ്റാത്തത് നമ്മുടെ അയൽക്കാരന് കൊടുക്കരുത്. നമ്മൾക്ക് ചത്ത കോഴി തിന്നാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ അത് മറ്റൊരു കൊടുക്കാവോ? പാടില്ല. നമ്മുടെ വീട്ടിലൊരു ആട് ഒരു പശു ചത്തുപോയി, എന്നാൽ പെട്ടെന്ന് അടുത്ത വീട്ടിലുള്ള ആള് വിളിച്ചിരുന്ന ഇത് കൊണ്ടുപോയി തിന്നോ എന്ന് പറയാൻ പാടില്ല. അത് പെട്ടെന്ന് കുഴിച്ചു കൊണ്ടോ, അവൻ ചോദിച്ചാലും കൊടുക്കരുത്. ഇല്ല, എനിക്ക് വേണേ വേറെ 1-2 കിലോ ഇറച്ചി വാങ്ങി തരുന്നാലും ഇതെനിക്ക് തരൂല. കാരണം എന്താ? ഞങ്ങൾക്ക് കൂട്ടാൻ പറ്റാത്തത് നിനക്കും കൂട്ടാൻ പറ്റൂല, അത് എനിക്ക് തരാൻ പാടില്ല. അത് കുഴിച്ചു കൂടണം. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് വാങ്ങാൻ നമുക്ക് പറ്റൂല, അതിനൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കാനും പാടില്ല. അപ്പൊ നമ്മൾ അതിന് വേറൊരാൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അവൻ കുറച്ചാവട്ടെ എന്ന് വിചാരിക്കുന്ന പരിപാടി അത് ശരിയല്ല. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കണം. ഇപ്പൊ എന്റെ സൗണ്ട് കേൾക്കുന്നവരൊന്നും യെസ് അടിക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ ഫ്ലവറെങ്കിലും നിങ്ങൾ വിട്ട് സഹായിക്കണം. എങ്കിലേ എനിക്ക് അറിയുള്ളൂ. എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ എന്തെങ്കിലും ഇടയ്ക്ക് മതി. പറ്റങ്ങനെ ചലനം നഷ്ടപ്പെടുമ്പോൾ ഒന്നെങ്കിലും അടിച്ചുകൊടുത്താൽ മതി. ഇപ്പൊ ഇഷ്ടംപോലെ ആളുകൾ വന്നു. പിന്നെ ഇടയ്ക്ക് ചലനം നഷ്ടപ്പെടും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ലാസ്റ്റ് ഇങ്ങനെ കുറേ ഒന്നെ കിടക്കുമ്പോൾ ഒരു ഫ്ലവർ ആരെങ്കിലും അടിച്ചു കൊടുത്താൽ എനിക്കതിങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയിട്ടില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയല്ല. നേരത്തെ ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചതാ. എനിക്കിവിടെ ഒന്നും ഒരു അനക്കവും കാണുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയിട്ടുണ്ടെന്ന് വിവരം അറിഞ്ഞത്. ഇനി ഏതായാലും 10 മിനിറ്റ് സമയം എന്റെ മുമ്പിലുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ വലതുകാല് വെച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയാൽ അവന് വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. പിന്നെ എന്റെ ഇടയ്ക്കൊരാൾ ചോദിച്ചൊരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറയട്ടെ. എന്താണെന്നറിയോ? മാതാപിതാക്കൾ, ഉസ്താദുമാർ എന്നിവരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാമോ? അത് പാടില്ല. കാല് തൊട്ടുള്ള അനുഗ്രഹം പാടില്ല. റസൂലുള്ളാഹി തങ്ങളോട് തന്നെ ഒരു യൂതൻ ചോദിച്ചിരുന്നു, ഞാൻ നിങ്ങളുടെ കാലൊന്ന് പിടിച്ച് ചുംബിക്കട്ടെ. പറ്റൂല എന്ന് റസൂൽ പറഞ്ഞു. തല ചുംബിക്കട്ടെ ചെയ്തോളാൻ പറഞ്ഞു, കയ്യും വിക്കട്ടെ ചെയ്തോളാൻ പറഞ്ഞു. കാല് വിൽക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം ഒരാളുടെ മുമ്പിൽ സുജൂദ് കിടക്കുന്ന രൂപത്തിലാണ് അതുണ്ടാവുക. ആ പരിപാടി വേണ്ട. മാതാപിതാക്കളാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും കാല് തൊട്ടൊരു അനുഗ്രഹം ഇല്ല. അപ്പൊ അതിനാരും മെനക്കെടുത്. അത് മുസ്ലിങ്ങളായ ആളുകളുടെ ആഘോഷമല്ല, അത് ആചാരമല്ല. അത് ഒഴിവാക്കണം. അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞപ്പോ ഇനി ഞാൻ അഥവാ DC പോയാൽ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് മറുപടി കൊടുക്കണ്ടേന്ന് വിചാരിച്ച് പറഞ്ഞാണ്. പിന്നെയും കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാവർക്കും മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. ഏതോ ആവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരു കാര്യം കൊണ്ട് പറയാം. എന്താണെന്നറിയോ? പള്ളിയിലേക്ക് കയറുന്ന പുരുഷന്മാരായ ആളുകൾക്കാണല്ലോ പള്ളി. ആ പുരുഷന്മാരായ ആളുകൾ പള്ളിയിലേക്ക് ഇടതുകാലം ഒന്നിച്ചുകൊണ്ട് കയറാൻ പാടില്ല. വലത്തെ കാലം ഒന്നിച്ചിട്ടാണ് പള്ളിയിൽ കയറേണ്ടത്. പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാലാണ്, പുറമേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാലാണ്. പള്ളിനേക്കാൾ വലുത് വേറല്ലോ. അപ്പൊ പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തെ കാലം ഒന്നിച്ചാണ് കയറേണ്ടത്. ഇടതുകാലം ഒന്നിച്ചാണ് പള്ളിയിൽ കയറുന്നെങ്കിലോ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം പിടിപെട്ടുകൊള്ളും. അവന് ദാരിദ്ര്യം ഉണ്ടാവും. കിതാബിൽ കാണാം, സലാഹുദ്ദീനിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇടതുകാല് വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറരുത്. കയറുമ്പോൾ ഏത് കാലം വെക്കേണ്ടത്? വലതുകാല് തന്നെയാണ് വെക്കേണ്ടത്. അതേപോലെ തന്നെ മുമ്പിലൊരു ഭക്ഷണം കൊണ്ടുവച്ചാൽ ആ ഭക്ഷണത്തെ നിസ്സാരമാക്കാൻ പാടില്ല. ഇതെന്തൊരു ഭക്ഷണം? ചില ആളുകളുണ്ട് എപ്പം നോക്കിയാലും ഭക്ഷണത്തിന് അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ, ഒരു കുറ്റവും ഇല്ലെങ്കിൽ കുറ്റം പറയും, ഒന്നുമില്ലെങ്കിൽ എന്ത് പറയും? ഇതാരാ വെച്ച്, വലിയ സുഖമില്ല എന്നെങ്കിലും പറയും. അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. ഇത് അവന്റെ വീട്ടിൽ, അവന്റെ ജോലിയിൽ ഒക്കെ ഐശ്വര്യക്കേടുണ്ടാക്കും. എത്ര പണം കിട്ടിയാലും അത് ദൂർത്തടിച്ച് ചെലവായി തീർന്നു പോകാന്നല്ലാതെ നാളേക്ക് എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഉപകാരത്തിന് അത് ഒതുങ്ങുന്നതല്ല. കാരണം ഭക്ഷണത്തെ നിസ്സാരമാക്കലാണ്.
പണ്ടൊരാൾ കല്യാണം കഴിച്ച ചരിത്രം കേട്ടിട്ടുണ്ട്. ഒരു കുറ്റവും ഒരാളും കുറ്റം പറയാത്ത രൂപത്തിൽ ഒരാൾ കല്യാണം കഴിച്ചു, എല്ലാ സദ്യയും റെഡിയാക്കി, ഒന്നും ഒരു കുറവും വരുത്തിയില്ല. ഒരു കുറ്റവും പറയാൻ പാടില്ല എന്ന് ജനങ്ങൾ ഒരു കുറ്റം പറയാതിരിക്കുക അവിടെ അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ഉഷാറായ സദ്യ കഴിച്ചു. അവസാനം അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഈ പൂവമ്പഴത്തിന് വണ്ണം അല്പം കൂടിപ്പോയി, പൂവമ്പഴത്തിന് വണ്ണം അല്പം കൂടിപ്പോയി, അല്ലെങ്കിൽ ഒറ്റയടിക്ക് തിന്നാമായിരുന്നു എന്ന് പറഞ്ഞത്രേ. ഇതാണ് അയാൾ പറഞ്ഞ കുറ്റം. കാരണം ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തണമെന്നാ, അദ്ദേഹം കണ്ടെത്തിയ കുറ്റം അതായിരുന്നു. അപ്പൊ അങ്ങനെ ചില ആളുകളുണ്ട്. ഇത് പാടില്ല. ഭക്ഷണത്തിന് നിസ്സാരമാക്കുകയോ ഭക്ഷണത്തെ കുറ്റം പറയുകയോ ചെയ്യും. നമുക്ക് വേണോ തിന്ന്, വേണ്ടേ എണീറ്റ് പോകാം. അല്ലാതെ കുറ്റം പറയുന്ന പരിപാടി ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി പിന്നെ അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്താണെന്നറിയോ, നമ്മുടെ ഭക്ഷണം വേസ്റ്റ് ഭക്ഷണം ഉണ്ടാകണം. നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ വേസ്റ്റ് ആയാൽ അത് വലിച്ചെറിയാൻ പാടില്ല. വേസ്റ്റ് ഭക്ഷണം ഉണ്ടാക്കരുത്, ഭക്ഷണം വേസ്റ്റാക്കി കളയരുത്. അത് വലിയൊരു തെറ്റ് തന്നെ, വേസ്റ്റാക്കി കളയൽ. ഓരോ മണി അരി പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പടച്ചോനെ ഇതുപോലും കിട്ടാത്ത എത്ര പാവങ്ങളായ ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഒരു മണി വറ്റുപോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇനി അഥവാ നഷ്ടപ്പെട്ട് നമുക്കൊന്നും പറ്റില്ലെങ്കിൽ അത് വലിച്ചെറിയാനും പാടില്ല. നമുക്ക് കുറെ ചോറ് ബാക്കി, അതിലൊന്ന് ഒറ്റ താഴെ പറമ്പിലേക്ക് അല്ലെങ്കിൽ താഴെ ചവറ്റുകുട്ടയിലേക്ക്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരാൾ ഭക്ഷണത്തെ വേസ്റ്റാക്കി കളഞ്ഞാൽ കുപ്പത്തൊട്ടിയിൽ ഭക്ഷണം ഇടുക എന്ന കിതാബിലുള്ളത്. അപ്പൊ അങ്ങനെ ഭക്ഷണത്തിനെ വേസ്റ്റാക്കി അങ്ങനെ കളഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യക്കേടുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും. അങ്ങനെ അഥവാ ബാക്കി വന്നാൽ എന്ത് ചെയ്യണം, നമ്മുടെ റൂമിനോ അല്ലെങ്കിൽ നമ്മുടെ വീടിനോ അടുത്തുള്ള ഏതെങ്കിലും ജീവികളുടെ വയറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. പ്രാവിന് കൊടുക്കാം. ഇങ്ങനെയല്ലാതെ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഭക്ഷണം നമ്മുടെ പാത്രത്തേക്ക് കിട്ടുമ്പോൾ നമുക്കൊരു 3 കോരി അല്ലെങ്കിൽ 3 കോരി കൊണ്ട് കോരിയാൽ കിട്ടുന്ന ഭക്ഷണം നമുക്ക് ഇന്ന് കഴിക്കാം എന്ന് എന്റെ മനസ്സിലുണ്ട്. 3 കോരിയൊക്കെ ഞാനിപ്പോൾ കഴിക്കും. പക്ഷെ നമ്മൾ അവിടെ 1 or 2 കോരി ഇടാൻ പാടുള്ളൂ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ് അല്പം കൂടെ വേണമെന്ന്, എന്നാൽ നിങ്ങൾ കഴിക്കാം. ചില ആളുകൾ ഒരുപാട് കോരി അങ്ങോട്ടും കുറെ കോരിയിടും. ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊരു മൗലിദിന് പോയ സമയത്ത് എന്റെ കൂടെയുള്ള ആള്, ഞങ്ങൾ കുറെ ആളിരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് കുറെ അങ്ങോട്ട്, അയാൾ പ്ലേറ്റ് ഫുള്ളാകുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും ഫുള്ളാക്കണം, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും, ഇങ്ങനെ തിന്നാ കുറച്ചിട്ടാ പോരെ വെച്ചു. അതല്ല, എന്റെ പതിവ് ഇങ്ങനെ കുറച്ചിങ്ങോട്ടിട്ട് ഒന്നിച്ച് പിന്നെ അങ്ങനെ ഇടാൻ എനിക്ക് സമയം കിട്ടൂല. ഇതാണ് തിന്നു തീർക്കല എന്റെ പരിപാടി എന്ന് പറഞ്ഞു. നിങ്ങൾ തിന്നു തീർക്കുക ഫുള്ള് വെച്ചു. ഒട്ട ഞാൻ ഫുള്ള് തീർത്തിട്ട് എണീക്കുള്ളൂ. ശരി, നമ്മൾ പിന്നെ തമാശ കൂടി കാര്യം പറഞ്ഞതെന്നല്ലാതെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലരോടും ഒരേ രൂപത്തിൽ പറയാൻ പറ്റില്ലല്ലോ. അവർ തമാശ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു, അയാൾ തിന്നു തീർക്കാന്ന് ഏറ്റവും ഓക്കെ. ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുസരിച്ചിട്ടു. പക്ഷെ എനിക്കൊരു പരിപാടി ഉണ്ട്, എങ്ങനെ അറിയുക, ഞാൻ ഇട്ട് നോക്കിയിട്ട് കറി അല്പം ആദ്യം ഒഴിക്കുകയുള്ളൂ, ഒന്നിച്ച് കറി ഒഴിക്കില്ല. അല്പം കറി ഒഴിച്ചിട്ട് നോക്കൂ, എന്നിട്ട് എനിക്കത് നല്ല എനിക്കിഷ്ടപ്പെട്ട കറിയാണ് എങ്കിൽ അനുസരിച്ച് പിന്നെ ഒഴിക്കുക ചെയ്യുന്നു. അപ്പൊ ഏതാ ഞാൻ കറി അല്പം ഒഴിച്ച് തൊള്ളയിൽ വെച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എനിക്ക് ഇന്നത്തെ കറി വേണ്ട, ഇന്നെനിക്ക് കറി വേണ്ട എന്നെനിക്ക് മനസ്സിലായി. കാരണം കറി കൂട്ടാതെ ഞാൻ തിന്നുന്നത്, കാരണം കറി തൊടാൻ പറ്റില്ല, അത്രയ്ക്ക് ഉപ്പാണ്. എനിക്ക് തോണ്ട വീട്ടിലുള്ള മരുമോളും അമ്മായിമ്മയും നാത്തൂനും എല്ലാം ഉപ്പിട്ടിട്ടുണ്ടാവും. 2-3 ആൾ ഉപ്പിട്ട മാതിരി ഉണ്ട്, നല്ല ഉപ്പ. ഇയാളാണെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഈ കവറുമ്പുറത്ത് വെള്ളം വെച്ച മതി, ഫുള്ളായിട്ട് വെള്ളം വെച്ച മതി, ഒന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോറ് നിറച്ചും കറിയൊക്കെ വെച്ച് വൃത്തിയാക്കി. അപ്പം തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട്. എന്റെ തൊട്ടടുത്തുള്ള ഇപ്പുറത്തുള്ള ആള് ഞാൻ മല്ല പറഞ്ഞു, കറിയിൽ അല്പം ഉപ്പ് കുറവാണ്, ശ്രദ്ധിച്ചോളി പറഞ്ഞു. അയാളെ കുറവാന്നുള്ള ബാക്കി കാര്യം മനസ്സിലായി, ഉപ്പ് അല്പം കൂടുതലാണ്. അപ്പൊ അയാൾ ലേസിട്ട് നിന്ന് മതി മനസ്സിലാക്കി. അയാൾ പിന്നെ പച്ചച്ചോറ്, നല്ല നെയ്ച്ചോറാണ്. അപ്പൊ നെയ്ച്ചോറായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ പച്ച തിന്നാൻ പറ്റുമല്ലോ, അപ്പൊ അങ്ങനെ തിന്നാണ്. ഇയാള് നല്ല കൂടെ ഒഴിച്ച് വായലട്ടുമ്പോ അത് ഇറക്കാനും പറ്റില്ല. പഴയ ആളുകൾ പറയാറുണ്ടല്ലോ, കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മതിച്ച് തുപ്പാനും പറ്റില്ല എന്ന്. അതേ രൂപത്തിൽ അയാളെങ്ങനെ കിടക്കുക. ഞങ്ങൾ അടങ്ങന്നിട്ട് ഇങ്ങനെ ഇയാൾ നോക്കി, ഇയാളൊന്നും ഉണ്ടില്ല. പിന്നെ എന്റെ മുഖത്തിങ്ങനെ നോക്കി, ഞാൻ ആ ഭാഗയെ ശ്രദ്ധിക്കുന്നില്ല, തീരെ ശ്രദ്ധിക്കുന്നില്ല. അയാള് വായലിട്ട് കുറച്ച് വെള്ളം കുടിക്കും, പിന്നെയും വേടും, പിന്നെ വെള്ളം കുടിക്കും. എങ്ങനെയോ അയാള് പകുതി വരെയാക്കി. അപ്പോഴേക്ക് അയാൾ കുഴങ്ങിയിട്ടുണ്ട്.
കൂടെയുള്ള ആളുകൾ പല ആളുകളും ഇത് കുറച്ച് അധികമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് അതിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് വേഗം കറിയെടുത്ത് കൊണ്ടുപോയി അതിലെന്തോ സംവിധാനങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് ഒരു 1-2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്തു കറി റെഡിയാക്കി കൊണ്ടുതന്നു. പക്ഷെ ഇയാൾക്ക് ഇനി ഇടാൻ പറ്റില്ലല്ലോ, ഇയാൾക്ക് ഇത് ഇട്ടത് മുഴുവൻ തിന്നാതിരിക്കാനും പറ്റില്ലല്ലോ. കറി മൊത്തം ഒഴിച്ചിട്ട് നല്ലപോലെ കൂട്ടി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് രണ്ടാമത് കറി വന്നപ്പോൾ നമ്മളനുസരിച്ച് കാര്യങ്ങൾ റെഡിയാക്കി നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇയാൾ അതുമായി പകുതി എത്തിയപ്പോൾ ഇയാൾ നിന്നു. ഞാൻ ആ ഭാഗത്തെ ശ്രദ്ധിച്ചില്ല. ഇയാൾക്ക് എണ്ണിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ പകുതി വരെ ആയപ്പോൾ ഇയാൾ കുടുങ്ങി എന്നൊരു അവസ്ഥ ഇയാൾക്ക് വന്നു. ഞാൻ മെല്ലെ വീട്ടുകാരനെ കണ്ടിട്ട് കൊടുത്തു, അയാൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മെല്ലെ അവനോട് കാര്യങ്ങൾ മെല്ലെ കണ്ടിട്ട് പറഞ്ഞപ്പോ അവന് കാര്യം മനസ്സിലായി. അവൻ വേഗം വന്ന്, അല്ലക്ക നിങ്ങൾ ആ കറി വെച്ചിട്ടാണോ തിന്ന്? സാറല്ല, അത് കുറച്ച് ഉപ്പ് കൂടുതലായി, ഞാൻ എടുത്താണെന്ന്. ഇയാൾക്ക് സമാധാനായി. പെട്ടെന്ന് അവന് ചോറെടുത്ത് ഉള്ളിലേക്ക് പോയതുകൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടു. പിന്നെ രണ്ടാമത് പ്ലേറ്റ് അയാൾക്ക് വേറെ പ്ലേറ്റൊക്കെ വെച്ചു കൊടുത്തു. മെല്ലെ ചോട്ട ഞാൻ ചെയ്തു കുറച്ച് ചോര അയാൾട്ടപ്പോ ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾ കുറച്ചിടണല്ലോ, കൂടുതലിട്ടില്ലേ എന്ന് ചോദിച്ചു. കൂടുതലിട്ടില്ലേ ചോദിച്ചു. അല്ല ഉസ്താദെ ഞാൻ പെട്ടിട്ടുണ്ട് എന്നാണ്. ശരി, അങ്ങനെ ചിലപ്പോൾ പെട്ടുപോകുന്ന ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര വേണോ അതിന്റെ അല്പശതമാനേ നമ്മൾ ഇടാവൂ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്താൽ അത് വീണ്ടും നമുക്ക് ഇടാലോ, ആരും എടുത്തുകൊണ്ടുപോകുന്നില്ല. നമ്മളൊരാൾ വിരുന്നിനെ വിളിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നവരെ ആരും എണ്ണിച്ചുപോകില്ല. നമ്മൾ സാവധാനത്തിൽ കഴിച്ചാൽ മതി. ഇനി എല്ലാവരും എണ്ണീച്ച് പോകുമല്ലോ വിചാരിച്ച് നമുക്ക് വേണ്ടി കഴിക്കാതിരിക്കണം, അതിന്റെ ആവശ്യമില്ല. എല്ലാവരും എണ്ണീച്ച് പോയിക്കോട്ടെ, ഒരു പെട്ടെന്ന് തിന്നുവാനാണ്. ഞാൻ സാവധാനത്തെ തിന്നാ, എനിക്കങ്ങനെ തിന്നാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഇരിക്കണം. അതാണ് നമ്മളെ വിളിച്ചു വരുത്തി നമ്മളെ ഭക്ഷണം തരാൻ വേണ്ടിയല്ല. അപ്പൊ ആരും എടുത്തുകൊണ്ട് കൊണ്ടുപോകില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഭക്ഷണം അതിന്റെ മര്യാദ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാണ്. അതല്ലാതെ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും നമ്മൾ പിന്നെ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല. റേഡിയോയിൽ നല്ല ക്ലിയർ ആണെന്ന് പറയുന്നത് മാഷാ അല്ലാഹ്, അല്ലാഹു തആല നല്ല ക്ലിയറിൽ തന്നെ തുടരാൻ കഴിയും. ഞാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോ നല്ല രൂപത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക, അതിനെ മര്യാദ പാലിക്കുക, ഒരിക്കലും വേസ്റ്റാക്കി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി വിശദമായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി ഭക്ഷണ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. കാരണം ഭക്ഷണത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേക്ക് എനിക്കിങ്ങനെ ഭക്ഷണത്തിലേക്ക് അവസരങ്ങൾ തോന്നുകയാണ്. ഭക്ഷണം കഴിക്കണമെന്ന് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്റെ ടൈം ഇങ്ങനെ അതിക്രമിക്കുന്നു. എന്റെ കൂടെയുള്ള ഉസ്താദും വിശന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. കാരണം ഇനി കൂടുതൽ തുടർന്നാൽ എന്റെ ഭക്ഷണത്തിൽ ആരെങ്കിലും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഞാനും കഷ്ടപ്പെട്ടു. കുറെ നേരം കഴിഞ്ഞ ഉസ്താദന്മാരിന്ന് ഇവിടെ സ്ഥലത്തുണ്ടാവില്ല, വേറെ മൗലിദ് പോയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് അവരെ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ആഫീസ് കൂട്ടുകയും ചെയ്യും. നമുക്ക് ആകെ കിട്ടുന്ന ഉച്ചക്കൊരു ഭക്ഷണമാണ്. അതായത് കാര്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട് തന്നെ തൽക്കാലം എന്റെ ടൈം ആവുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. പിന്നെ ഇതിൽ 1-2 ആളുകൾ ചോദിച്ച ഒരു വിഷയം എന്താ പറയുക, പിന്നെ ഇൻവെർട്ടർ ബാറ്ററിയിൽ ഉപയോഗിക്കാനാണോന്ന് മനസ്സിലായില്ല. സോളാറിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ വിട്ട മെസ്സേജ് ആയിരിക്കും. ഇൻവെർട്ടർ അങ്ങനെ തന്നെയാണ്, ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു മൂളൽ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ, ചെറിയൊരു സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും, ഒരു എന്നുള്ള സൗണ്ട് ഇടയ്ക്ക് വരും. അത്രയുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. നല്ല ക്ലിയറും കാര്യങ്ങളും എപ്പോഴും നമുക്ക് ഫാനും പിന്നെ 1-2 ലാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഇതുകൊണ്ട് കഴിയാറുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ തന്നെ തുറന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ അതുപോലെ ഒരാൾ ചോദിച്ച ബാത്റൂമുകൾ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് അതേക്കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം.